പ്രകാരം നമുക്ക് ഉപവാസ പ്രാർത്ഥനയുടെ 18-ാം ദിവസം ദിവസങ്ങളിൽ കൂടി ഒരു ആന്തിക അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിട്ടുള്ള കർത്താവിൻ്റെ ദാസനും ദൈവമക്കളാകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹം വന്ദനം അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് രാവിലത്തെ സെഷനിൽ നീനായുടെ കടന്നു വന്നതിൽ പ്രത്യേകിച്ച് സന്തോഷമുണ്ട്. കർത്താവ് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിനായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പ്രിയപ്പെട്ടുള്ളവരുള്ള നന്ദി സ്നേഹം അറിയിക്കട്ടെ. ഇന്ന് രാവിലെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള ഒരു ഭാഗം കൂടെ ചിന്തിക്കാൻ അത്ര ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം അത് തീർക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് രാവിലെ നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ആരെങ്കിലും ഒരാൾക്ക് വായിക്കും. സാക്ഷ്യരാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്ത് നിന്നെങ്കിലും പ്രധാന പ്രഭുക്കന്മാരിലൊരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർശ്വരാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേച്ചു. അതിൻ്റെ 5-ാം വാക്യം മുതൽ 5-ാം വാക്യം കൂടെ ഒന്ന് വായിക്കും താഴോട്ട്. ഞാൻ കിദ്ദേക്കൽ എന്ന മഹാനദി തീരത്തിരിക്കുകയും തല പൊക്കി നോക്കിയപ്പോൾ ശണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഉപാസ്തംഗം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയുമായിരുന്നു. ദാനിയേൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല. എങ്കിലും ഒരു മഹാഭ്രമമൊക്കെ പിടിച്ചിട്ട് അവർ ഓടി ഒളിച്ചു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ രാവിലെ സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ വീണ്ടും നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും അവിടെ നിന്ന് രാവിലെ ഇവിടെ കൊണ്ടുവന്നതിനായി സ്തോത്രം. അങ്ങ് അയച്ചുവെങ്കിൽ അങ്ങേക്ക് വചനം നൽകാൻ കഴിയും. പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് രാവിലത്തെ ശുശ്രൂഷ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇളവിന് പ്രാഗൽഭ്യത്തോടെ ദൈവനം പറയാൻ അടിയുടെ മേലൊരു പുതിയ അഭിഷേകം നൽകണമേ കർത്താവേ. ഒരു പുതിയ നിയോഗം ഇന്ന് രാവിലെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. ഇതുവരെ അറിയാത്ത വിഷയങ്ങൾ കർത്താവേ, വചനത്തിൽ മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങൾ നീ തന്നെ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അത്ഭുതകരം ഇന്ന് രാവിലെ ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കണം. വചനത്താന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശത്രു കാണാതെ ശുശ്രൂഷയെ മറച്ചാതെ യേശുക്ക് സിംഹാന്തരം ഇവർ ചോദിക്കുന്ന കൃതോന്നി കേൾക്കണമേ. നമ്മള് അതിന്റെ 1-ാം വാക്യം മുതൽ ഇന്നലെ രാവിലെ നമ്മളെ ചിന്തിച്ചു. കഴിഞ്ഞ ദിവസം നമ്മളെ ചിന്തിച്ചപ്പോൾ ഏതാനും ചില കാര്യങ്ങൾ ആ ഭാഗത്തു നിന്ന് നമ്മളെ ധ്യാനിക്കുകയുണ്ടായി. അതിന്റെ 1-ാം വാക്യത്തിൽ ദാനിയേല് ആ കാര്യം ചിന്തിച്ചു എന്നവിടെ കാണുന്നു. ആ കാര്യം എന്നുള്ള കാര്യം നമ്മൾ ദാനിയേൽ പ്രവചനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും കാര്യം എന്നുള്ള ഒരു വാക്ക് കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ഏകദേശം 46 പ്രാവശ്യം കാര്യം എന്നുള്ള ഒരു വാക്ക് നമ്മൾ കാണുന്നുണ്ട്. ദാനിയേൽ പ്രവചനത്തിലും 10-17 പ്രാവശ്യത്തോളം നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇവിടെ ഈ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദർശനത്തെക്കുറിച്ച് അവിടെ അദ്ദേഹം 4 കാര്യങ്ങൾ ചിന്തിച്ചതായി അല്ലെങ്കിൽ ചെയ്തതായിട്ട് വായിക്കുന്നു. 1-ാം വാക്യത്തിൽ അവൻ ദുഃഖിച്ചതായിട്ട് വായിക്കുന്നു. ദുഃഖിച്ചു. 2 ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. 3 ശ്രദ്ധ വെച്ചു. 4-മതായിട്ട് ഭക്ഷണം വെടിഞ്ഞ് ഉപവസിച്ചു. 1-മതായി അവൻ ദുഃഖിച്ചു. 2-മതായി ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. 3-മതായിട്ട് ദർശനത്തിന് ശ്രദ്ധ വെച്ചു. 4-മതായി അവന് ഉപവസിച്ചു. നമ്മുടെ ഈ ജീവിതത്തിൽ നാം ദൈവം തരുന്ന ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളതിനെ കുറിച്ച്
ഭാരമുള്ളവരായി മാറുന്നെങ്കിൽ നിശ്ചയമായും അതിന്റെ വെളിപ്പാട് കൂടിക്കൂടി വരും. നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കാനിടയായിത്തീരും. ഈ ദാനിയേലിന്റെ കാര്യം വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചാൽ അവന് ആ കാര്യം ശ്രദ്ധ വെച്ചു എന്നാണ് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്. യശയ്യാപ്രവചനം നമ്മൾ വായിക്കുന്നുണ്ട്, എന്റെ ദാസനെ പോലെ കുരുടനാർ അവൻ പലതും കണ്ടിട്ടും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ആത്മീയ വിഷയങ്ങൾ പലതും നമ്മൾ ശ്രദ്ധിക്കുന്നെങ്കിൽ മാത്രമേ നമുക്കതിന്റെ കൂടുതലുള്ള വെളിപ്പാടുകൾ കിട്ടുകയുള്ളൂ. ഇവിടെ ദാനിയേൽ ഈ കാര്യം ശ്രദ്ധിച്ചപ്പോൾ ആ കാര്യത്തിന് വേണ്ടി അവൻ ദുഃഖിക്കുകയും ശ്രദ്ധ വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും ചെയ്തതുകൊണ്ടാണ് കൂടുതൽ വെളിപ്പാടുകൾ തനിക്ക് ലഭിച്ചത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്ന അവൻ തലപൊക്കി നോക്കിയപ്പോൾ ആമേൻ അവൻ കണ്ട ഒരു ദൂതന്റെ അല്ലെങ്കിൽ ദൈവോത്രന്റെ വെളിപ്പാട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. തലപൊക്കി നോക്കിയത് കൊണ്ടാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ തലപൊക്കി നോക്കിയാൽ ദൈവത്തിന്റെ വചനത്തിൽ ധാരാളം കാര്യങ്ങളുണ്ട്. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ഉൽപ്പത്തി 12:18 നമ്മൾ വായിക്കുന്ന അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തല ഉയർത്തി നോക്കിയത് കൊണ്ടാണ് കണ്ടത്. ധാരാളം ആളുകൾ തങ്ങളുടെ കൂടാരത്തിന്റെ വാതിക്കലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഈ 3 പുരുഷന്മാർ ദൈവവും 2 ദൂതന്മാരും കൂടെ വരുമ്പോൾ അത് ധാരാളം ആളുകൾ മിസ് ചെയ്തു. എന്നാൽ അബ്രഹാം തല ഉയർത്തി നോക്കിയത് കൊണ്ടാണ് അവന് കാണാനായിട്ട് കഴിഞ്ഞത്. തല ഉയർത്തി നോക്കിയാൽ തിരുവചനം പറയുന്നു, മത്തായി 17:7 അവിടെ പറയുന്നു, 8-ാം വാക്യം അവിടെ പറയുന്നു, അവർ തല ഉയർത്തിയാറ് യേശുവിനെ മാത്രമല്ലാതെ വേറെ ആരെയും കണ്ടില്ല. ആമേൻ. ലൂക്കോസ് 21 നമ്മൾ വായിക്കുന്നു, നിങ്ങളിപ്പോൾ തല ഉയർത്തി നോക്കൂ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ തല ഉയർത്തി നോക്കിയാൽ ഇപ്പോൾ കൊയ്ത്തിന് നിലങ്ങൾ വെളുത്തിരിക്കുന്നത് കാണും. അപ്പോൾ ഇപ്രകാരം ഇവിടെയും തല ഉയർത്തി നോക്കിയപ്പോൾ താന് ഒരു വ്യക്തിയെ കാണുകയാണ്. ആ വ്യക്തിയുടെ 8 വിശേഷതകൾ അവിടെ പറഞ്ഞിരിക്കുന്നു. ആദ്യത്തേത്, അവന് വസ്ത്രം ധരിച്ചിരിക്കുന്നത് ശണവസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. 5-ാം വാക്യം അവിടെ വായിക്കുന്നത് ശണവസ്ത്രം ധരിച്ചിരിക്കുന്നു. ഇനി 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. 6-ാമത്തെ വാക്യം, 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. സ്തോത്രം. എന്നാൽ ഒരുവൻ ശണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മേൽ നിൽക്കുന്ന പുരുഷനോട്. ദൈവത്തിനോട് സ്തോത്രം. അപ്പോൾ ഈ പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ഒരു വെളിപ്പാട് നമ്മൾ കാണുന്നത് ദൈവോത്രന്റെ വസ്ത്രത്തിന്റെയും അവന്റെ രൂപത്തെയും നമ്മളെ പുതിയ നിയമത്തിൽ യോഹന്നാൻ കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. യോഹന്നാന് കുരിശിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ തന്റെ അമ്മയെ ചുമതലപ്പെടുത്തി താന് ആ അമ്മയെയും കൊണ്ട് യോഹന്നാൻ അങ്ങ് പോകുമ്പോൾ എന്റെ ചിന്ത യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന കാഴ്ച അവൻ ഒരു പ്രാവശ്യം കൂടെ തിരിഞ്ഞ് കണ്ണു മറയുന്നത് വരെ നോക്കിക്കാണും. കൂരിരുളാകുന്നു, എല്ലാവരാലും കൈവിടപ്പെട്ടവനായി. ആമേൻ. ആ അണ്ണാക്ക് ആമേൻ ഓട്ടുകഷ്ണം പോലെ ഉണങ്ങി വരണ്ട. ആമേൻ. എല്ലാവരാലും കൈവിടപ്പെട്ടവനായി ഒരനാഥ പ്രേതം പോലെ കിടക്കുന്ന യേശുവിനെയാണ് അവസാനമായി യോഹന്നാൻ കണ്ടത്. എന്നാൽ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിന്റെ മഹത്വത്തോടുകൂടെയുള്ള ഒരു പ്രത്യക്ഷത യോഹന്നാൻ കാണുകയുണ്ടായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മളത് വെളിപ്പാട് പുസ്തകത്തിൽ കാണുമ്പോൾ അവൻ കാണുന്നത് നേരത്തെ കണ്ട കുരിശിൽ കിടക്കുന്ന യേശുവിനെ അല്ല അവൻ കാണുന്നത്. പിന്നെയോ തലയിൽ അനേക രാജമുടികൾ ധരിച്ചവനായി, മാറച്ച പൊൻകച്ച കെട്ടിയവനായി, അർത്ഥനഗ്നനായിട്ട് കുരിശിൽ കണ്ട യേശു ഇപ്പോൾ
മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. വെള്ളോടിന് സദൃശമായ കാലുള്ളവനായി, അഗ്നിജ്വാല പോലെയുള്ള കണ്ണുള്ളവനായി, ആമേൻ, മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നവനായിട്ടാണ് യോഹന്നാൻ ഇപ്പോൾ യേശുവിനെ കാണുന്നത്. ഇത് കാണുമ്പോഴേ ഏത് വേദനയുള്ള ദൈവവൈതലിനും ജയിച്ചവനായ കർത്താവിനെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും. ദൈവവചനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ഒന്നിന്റെ പതിനെട്ടിൽ നമ്മൾ വായിക്കുന്നത്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ അങ്ങനെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവൻ കണ്ടു. എന്നാൽ ഇവിടെ നമ്മുടെ പഴയ നിയമത്തിലും അവിടെയും നമുക്ക് 8 പ്രത്യേകതകൾ പഠിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെയും 8 പ്രത്യേകതകൾ പഠിക്കുവാനായിട്ട് കഴിയും. ഇതിന് പാരലായിട്ട് തന്നെയാണ് വെളിപ്പാട് പുസ്തകം 1:13 വാക്യങ്ങളും കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത് പഠിക്കുവാനായിട്ട് കഴിയും, മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നാമതായിട്ട് അവൻ ശണവസ്ത്രം ധരിച്ചിരിക്കുന്നു. 2, അവന്റെ മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 3ാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. ആ കാര്യം നിങ്ങളുടെ ആത്മീയ ചിന്തയെ തട്ടി ഉണർത്താൻ വേണ്ടി ഒരു കാര്യം കൂടെ ആ ഭാഗത്തു നിന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമ്മള് കർത്താവ് വന്നിട്ട് ഈ വെളിപ്പാട് പുസ്തകത്തിൽ 7 പൊന്നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നു എന്നാണ് പറയുന്നത്. 7 പൊന്നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നു. ആ പൊന്നിലവിളക്ക് എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പൊന്നിലവിളക്ക്? സഭയാണ്. 7 നക്ഷത്രം, ഹല്ലേലൂയ, അവന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. നക്ഷത്രം എന്താണെന്ന് ആ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആമേൻ, ദൈവത്തിന്റെ അല്ലെങ്കിൽ ആ സഭയുടെ ദൂതന്മാരാണെന്ന് പറഞ്ഞിരിക്കുന്നു. 7 പൊന്നിലവിളക്കുകൾ, അത് ആമേൻ 7 കവരങ്ങളാണ്, വേറെ വേറെ ആയിട്ടുള്ളതല്ല. പിന്നെയോ 7 കവരങ്ങളുള്ളതാണ് ആ കവരവിളക്ക്. നിങ്ങൾക്ക് പഴയ നിയമത്തിലെ ആലയത്തിലെ ഉപകരണങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. അത് നാം ധ്യാനിക്കുമ്പോൾ വളരെ ആത്മീയമായി നമുക്ക് സന്തോഷം തരുന്ന ഒരു വസ്തുത അതിനകത്തുണ്ട്. ഈ 7 വിളക്കുകൾ എന്ന് പറയുമ്പോൾ 3 ഭാഗത്തേക്ക് 3 കവരങ്ങളായി, ഒരു ഭാഗത്തേക്കും മറുഭാഗത്തേക്ക് 3 കവരങ്ങളായും 6 കവരങ്ങളും നടുക്ക് ഒരു കവരവുമായി, അങ്ങനെയാണ് ആ കവരവിളക്ക് നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവം പറയുന്നത് അടിപ്പമണിയായി ഉണ്ടാക്കണം. ഈ കവരമെല്ലാം ഉണ്ടാക്കി ഇതിലോട്ട് ചേർത്ത് വെക്കുകയല്ല, വിനയോ അടിപ്പമണിയായി, പൊന്നുകൊണ്ട് അടിപ്പണിയായി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ഇത് ഉണ്ടാക്കാനായി പറഞ്ഞതിന്റെ കാരണം, ദൈവത്തിന് എല്ലാത്തിനും ഓരോന്നിന്റെ മുൻനിർണയമുണ്ട്. പിന്നെ വരാനുള്ളതിന്റെ പൊരുളായിട്ടാണ് ദൈവം ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നടുക്കുള്ളത്, ഹല്ലേലൂയ, നടുക്കുള്ള കവരത്തിൽ നിന്ന് ആമേൻ അടിപ്പമണിയായി 2 ഭാഗത്തേക്കും മുകളിലേക്കും അടിച്ച് കവരങ്ങൾ ആമേൻ വിളക്കായിട്ടുണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഹല്ലേലൂയ, ഇതെന്താ പുതിയ നിയമത്തിൽ കാണിക്കുന്നത്? 7 നിലവിളക്കുകൾ, 7 സഭകളാണ്. ഏഷ്യ മൈനറിലുള്ള 7 സഭകളാണെന്ന് നമ്മൾ പെരുവാരത്തിൽ പഠിക്കാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ നടുക്കുള്ള അതിന്റെ മെയിൻ പോർഷനിൽ നിന്ന് 2 ഭാഗത്തേക്കും മുകളിലേക്കും നിൽക്കുന്ന കവരവിളക്കുകൾ, ഹല്ലേലൂയ, വരുന്നത് അതിൽ നിന്ന് തന്നെയാണ്. അതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ആമേൻ, യേശു ക്രിസ്തുവാകുന്ന ആമേൻ ആ പ്രധാനപ്പെട്ട ശരീരത്തിന്റെ അവയവങ്ങളാണ് അതത് സ്ഥലങ്ങളിലുള്ള സഭകൾ. മനസ്സിലായോ? അതിനകത്ത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ വേണം നിരന്തരം വിളക്ക് കത്തിക്കൊണ്ടിരിക്കാൻ എന്നാണ് ദൈവം പറഞ്ഞത്. അതിനൊക്കെ ഒത്തിരി ആത്മീയ അർത്ഥമുണ്ട്. എന്നാൽ ഞാൻ പറയാൻ വന്നത്, ഹല്ലേലൂയ, ഈ വിളക്ക് പൊന്നിലെ വിളക്കുകളാണ് എന്നവിടെ പറഞ്ഞിരിക്കുന്നു.
ഈ പൊന്നില വിളക്കുടെ പ്രത്യേകത എന്താണ്? ആമേൻ. ആ വിളക്കുകൾ ഒരല്പം പോലും വേറെ ലോഹം ചേരാതെ പൊന്നുകൊണ്ടാണ് അടിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ദൈവമക്കൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം. ഈ പൊന്നില വിളക്കുകൾ, ഈ ആമേൻ പൊന്ന് ഇപ്പോൾ കർത്താവ് പ്രത്യക്ഷമാകുമ്പോൾ കർത്താവിന്റെ എവിടാ ഇരിക്കുന്നത്? നെഞ്ചത്താണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സഭയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഞാനും നിങ്ങളും കർത്താവിന്റെ സഭയില് ഞാനും നിങ്ങളും കർത്താവിന്റെ എവിടാണ് ഇരിക്കുന്നത്? മാറത്താണ് ഇരിക്കുന്നത്. മാറത്ത്. ആമേൻ. ദൈവമക്കൾക്ക് എന്തൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ആരെല്ലാം നമ്മളെ കാലിന്റെ കീഴിൽ കെട്ടി ചവിട്ടി വലിച്ചാലും ആമേൻ നമ്മൾ എവിടാ ഇരിക്കുന്നത്? കർത്താവിന്റെ മാറിലാണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളിപ്പോൾ ഒരു 50 റിയാല് ഹല്ലേലൂയ നിങ്ങളുടെ കയ്യിലോട്ട് തന്നാൽ അതങ്ങോട്ട് ചുരുട്ടി കൂട്ടി ആരെങ്കിലും ഇട്ടുകൊണ്ട് കാലിന്റെ കീഴിലിട്ടുകൊണ്ട് ചവിട്ടി മെതിച്ചാലും അതിന്റെ അത് തിരികെ എടുത്ത് നമ്മള് ഹല്ലേലൂയ ഇനി അല്പം ഒരു കീറലൊക്കെ സംഭവിച്ചാലും ഭാരപ്പെടേണ്ട കാര്യമില്ല. ബാങ്കിൽ കൊണ്ടുവന്ന് കൊടുത്താൽ മതി, പുതിയ നോട്ട് കിട്ടും. എന്നാൽ വെറും പേപ്പർ ആണെങ്കിൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കൂ, പിടികിട്ടിയില്ല. കിട്ടിയോ? നമ്മൾ വിലയുള്ളവരാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. വിലയുണ്ടോ? കർത്താവിന്റെ മുദ്ര നിന്റെ മേലുണ്ടോ? നീ വിലയുള്ളവളാണ്, വിലയേറിയവനാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ മഹാപുരോഹിതനോട് ദൈവം പറഞ്ഞു, അവന്റെ മാർപ്പതക്കത്തിൽ അഥവാ നെഞ്ചിൽ ആമേൻ ഹല്ലേലൂയ ചില രത്നങ്ങൾ വഹിച്ചുകൊണ്ട് വേണം അതിനകത്തോട്ട് അതെല്ലാം തുന്നിച്ചേർത്ത് ആമേൻ പല വർണ്ണങ്ങളിലുള്ള ആമേൻ മാൽപ്പതക്കത്തിലുള്ള ആമേൻ ആ വർണ്ണങ്ങളിലുള്ള രത്നങ്ങൾ പതിച്ചും കൊണ്ട് വേണം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെന്ന് നിൽക്കാൻ. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞത്? ദൈവം ചിലത് നേരത്തെ മുൻകണ്ടിട്ടാണ്. പുത്തനെരുശലേമിൽ മാത്രമേ ഉള്ളൂ ഈ 12 രത്നങ്ങൾ, വേറെ എങ്ങും നമ്മൾ കാണുന്നില്ല. ഹല്ലേലൂയ. സാത്താനെ ഉണ്ടാക്കിയ നാളിനെ കുറിച്ച് പറയുമ്പോൾ ആ രത്നങ്ങൾ നിങ്ങൾ എണ്ണി നോക്കണം. താമ്രമണി, ദീപരത്നം, ആമേൻ ഗോമേതകം മുതലായിരിക്കുന്ന 9 രത്നങ്ങളെ ആമേൻ അവന്റെ ശരീരത്തിൽ അണിഞ്ഞിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ നവരത്നങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ജനമാകുന്ന താൻ രക്തം കൊടുത്ത് വീണ്ടെടുക്കാൻ പോകുന്ന ദൈവമക്കൾ വിലയേറിയവരായതുകൊണ്ട് മഹാപുരോഹിതൻ എന്ത് ചെയ്യണം? അതെല്ലാം തന്റെ മാറിൽ വഹിച്ചുകൊണ്ട് വേണം ദൈവസനയിൽ നിൽക്കുവാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളാകുന്ന നമ്മളെ വഹിച്ചുകൊണ്ട് ഒരു മഹാപുരോഹിതൻ ഉയരത്തിൽ ജീവിക്കുന്നു. അവൻ മരിച്ചിട്ടില്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്ന മഹാപുരോഹിതനാണ്. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നു. അതുകൊണ്ട് ആ വിളക്ക് ദൈവസഭകളാണെങ്കിൽ അത് പൊന്നുകൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ മഹാപുരോഹിതന്റെ മാറത്തെ പൊൻകച്ചയും അങ്ങനെ ഒരേ ലോഹമാണ്. നമ്മളെല്ലാവരും കർത്താവിന് വിലയേറിയവരാണ്. മൂന്നാമതായിട്ട് 6-ാം വാക്യം ഒന്ന് വായിക്കാം. 6-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ അവന്റെ ശരീരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവന്റെ ശരീരം ഗോമേതകം പോലെയുള്ളതാണ്. അല്ലേ? ഗോമേതകം പോലെയുള്ള ശരീരം. 6-ാം വാക്യം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനത്തിൽ പറയുന്നു അവന്റെ ശരീരം ഗോമേതകം പോലെയാണ്. ഗോമേതകം എന്ന് പറയുന്ന ആ പ്രത്യേക രക്തം ബ്ലൂവും ഗ്രീനും കൂടെ ചേരുന്ന ഒരു വർണ്ണമാണ്. അത് വളരെ മനോഹരമായിട്ടുള്ള വർണ്ണമാണ്. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ഈ പുത്തനെരുശലേമിനെ കുറിച്ച് ഞാൻ മുൻപ് എവിടെയോ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഭൂമിയിൽ എന്തെങ്കിലും ഒന്ന് സാമ്യപ്പെടുത്താനായിട്ട് കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ യോഹന്നാനെ കാണിച്ച് ഇതെല്ലാം ഒന്ന് പറയാൻ പറ്റുള്ളൂ. അതിനേക്കാൾ എത്രയോ മനോഹരമായിരിക്കും ആ രത്നങ്ങളെല്ലാം. ഹല്ലേലൂയ. നമ്മളിപ്പോൾ നിങ്ങൾ ഇതിനകത്തിരിക്കുന്നവരിൽ എത്ര പേര് കോഹിനൂർ രത്നം കണ്ടിട്ടുണ്ട്? കൈ ഉയർത്തിക്ക്.
ഹല്ലേലൂയ. യോഹന്നാൻ ഒന്നും അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടേതിരിക്കുന്ന ആളായതുകൊണ്ടാണ് ഇതെല്ലാം അതത് രത്നങ്ങളാണ്. ഇപ്പൊ 12 രത്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഇന്നതിൻ്റെതാന്ന് പറയാൻ നോക്കുവോ? ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കളെ, അത് പോലും അറിയാത്ത ആളുകളാ വലിയ ദൈവമില്ലെന്നൊക്കെ തർക്കിച്ചു പോകുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പൊ മനുഷ്യന്റെ അറിവുകളൊക്കെ പരിമിതമാണ്. എന്നാൽ യോഹന്നാന് ഇതെല്ലാം കണ്ടിരുന്ന ആളായതുകൊണ്ടാണ് ഭൂമിയിലെ ഏതെങ്കിലും ഒരു രത്നവുമായി താരതമ്യപ്പെടുത്താൻ ഒക്കുന്ന വിധത്തിൽ ആമേൻ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ദാനിയേലിനും ഈ ഗോമേദകം എന്ന് പറയുന്ന രത്നം താൻ കണ്ടിരുന്നത് കൊണ്ടാണ് അത് പറയാൻ കഴിഞ്ഞത്. വേഗത്തിൽ നമുക്ക് പോകാം. ഹല്ലേലൂയ. വീണ്ടും അവന്റെ മുഖത്തെ കുറിച്ച് പറയുന്നത് ആമേൻ. ഹല്ലേലൂയ. 6-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. 6-ാം വാക്യം. മിന്നൽ പ്രകാശം പോലെയുള്ളതായിരുന്നു അവന്റെ മുഖം. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുന്നത് അവന്റെ മുഖം സൂര്യനെ പോലെ വെളിച്ചമുള്ളതായി തീർന്നു. അല്ലെങ്കിൽ സൂര്യന്റെ വെളിച്ചം പോലെ, സൂര്യൻ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. ദൈവമക്കളെ, ആ തേജസ് നമുക്ക് കാണാനായിട്ട് എന്തൊരു ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. തമ്പുരാൻ എല്ലാം കൃത്യമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ നട്ടുച്ച സമയത്ത് 9,30,00,000 കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യനെ നമുക്ക് നേരെ ഒന്ന് നോക്കാനായിട്ട് കഴിയത്തില്ല. തമ്പുരാൻ എത്ര കൃത്യമായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ഇന്നാൾ എവിടെയോ പറഞ്ഞതുപോലെ 23.5 ഡിഗ്രി ചരിച്ചാണ് ഹല്ലേലൂയ ഭൂമിയെ തമ്പുരാൻ നാസ്തിത്വത്തിന്മേൽ നിർത്തിയിരിക്കുന്നത്. ഈ ലോകത്തിലെ എഞ്ചിനീയർമാർ ആരെങ്കിലും ഇത്രയും ചരിച്ചു നിർത്തിയിരുന്നെങ്കിൽ പിന്നെ എപ്പ താഴെ പോയെന്ന് ചോദിച്ചാൽ മതി. നേരെ നിർത്തിയാൽ തന്നെ കുറെ കഴിയുമ്പോൾ മറിഞ്ഞു പോകും. എന്നാൽ തമ്പുരാന്റെ പദ്ധതി നോക്കിയേ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആമേൻ ഒരു ഹല്ലേലൂയ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, തമ്പുരാന് ഈ ആമേൻ ഹല്ലേലൂയ ഇവിടെ നിന്ന് നമ്മൾ ഈ സ്പേസിലോട്ട്, ആകാശത്തിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്, മേഘപടലത്തിലേക്കുള്ള ദൂരം 1500 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ആമേൻ. ഭൂമിയുടെ വ്യാസം ദൈവം തമ്പുരാൻ അത്ര ആമേൻ ഭംഗിയായിട്ട് ആമേൻ ആ വലിപ്പം അത്ര ഒതുക്കി വെച്ചത് കൊണ്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യന് വാസം ചെയ്യാൻ കഴിഞ്ഞത്. അതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പഠനം അനുസരിച്ച് സൂര്യന്റെ വലിപ്പം ഉണ്ടായിരുന്നു എങ്കിൽ ആകാശവുമായിട്ട് 4 കിലോമീറ്റർ ദൂരമേ കാണത്തുള്ളൂ. എന്തൊരു ഗതികേടായിരുന്നു ഇതിന്. ഹല്ലേലൂയ. മനുഷ്യനൊക്കെ അണ്ണാനെ പോലെ ജീവിക്കേണ്ടി വന്നേനെ എന്നാണ് ശാസ്ത്രീയമായി കണ്ടെത്തിയ കാര്യം. ഹല്ലേലൂയ. ഞാൻ പറയാൻ വന്നത്, തമ്പുരാൻ ഇതെല്ലാം ആമേൻ കൃത്യമായിട്ട് ഇങ്ങനെ ഹല്ലേലൂയ വെച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ആമേൻ നമുക്കറിയാവുന്നതുപോലെ തന്നെ 4 ആമേൻ പാളികൾ ഹല്ലേലൂയ ഈ ഭൂമിയെ ആവരണം ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിന് മാത്രമേ ഉള്ളൂ. ഇത് വേറെ ഒന്നിനും തമ്പുരാൻ ഇങ്ങനൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് മഹോപദ്രവ കാലത്ത് ആകാശം പുസ്തക ചുരുൾ പോലെ ചുരുട്ടി മാറ്റുമെന്നൊക്കെ എഴുതിയിരിക്കുന്നത് ശാസ്ത്രീയമായി ഇന്ന് അതെല്ലാം നടപ്പിലാകുമെന്നുള്ളത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയാൻ വന്നത്, തമ്പുരാൻ ഓരോന്നോരോന്ന് മാറ്റി കഴിയുമ്പോൾ ഹല്ലേലൂയ ഉൽക്കകൾ ഈ ഭൂമിയിൽ വന്ന് പതിക്കും മഹോപദ്രവ കാലത്ത്. ആമേൻ. ദൈവം അനുവദിച്ചാൽ അതൊക്കെ നമ്മൾ ധ്യാനിക്കണം, പഠിക്കണം. ഹല്ലേലൂയ. അത് വെറുതെ ആമേൻ പുസ്തകത്തിൽ ഇതൊന്നും എഴുതി വെച്ചിരിക്കുന്നതല്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പൊ ഞാൻ പറയാൻ വന്നത്, നട്ടുച്ചയ്ക്ക് സൂര്യനെ നമുക്ക് നേരെ നോക്കാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവ് സൂര്യനെ നിർമ്മിച്ചവനായതുകൊണ്ട് കോടാനുകോടി ഗോളങ്ങളെ നിർമ്മിച്ച കർത്താവിന്റെ മുഖം സൂര്യനെ പോലെ. 6-ാമതായിട്ട് അവിടെ പറയുന്നത് അവന്റെ കൈകൾ. സ്തോത്രം. ഹല്ലേലൂയ. ഹിസ് ആംസ് ലൈക്ക് പോളിഷ്ഡ് ബ്രാസ് എന്ന് പറഞ്ഞിരിക്കുന്ന അവന്റെ കൈയും. ഹല്ലേലൂയ. ആമേൻ. 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 15 കൂടെ എഴുതിക്കൊള്ളുക. നമുക്ക് സമയമില്ലല്ലോ, വേറെ വിഷയം ചിന്തിക്കാറുണ്ട്. വേഗത്തിൽ നമുക്ക് ആ ഭാഗം മുമ്പോട്ട് പോകാം. ആമേൻ. 6-ാം വാക്യത്തിൽ വീണ്ടും നമുക്ക് അവന്റെ കാല് ആമേൻ മിനുക്കിയ
താമ്രം പോലെ ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല അവസാനമായിട്ട് 6-ാം വാക്യത്തിന്റെ അവസാനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഹിസ് വോയിസ് വാസ് ലൈക്ക് എ മൾട്ടിറ്റ്യൂഡ്. പുരുഷാരത്തിന്റെ ഘോഷം പോലെ, ആരവം പോലെയുള്ള ശബ്ദത്തോടെയാണ് ആമേൻ ആ മനുഷ്യപുത്രനെ ദാനിയേൽ കാണുന്നത്. പുരുഷാരത്തിന്റെ ഘോഷം പോലെയുള്ള ശബ്ദം. നമ്മൾ തിരുവചനത്തിൽ കർത്താവിന്റെ ശബ്ദം 29-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവയുടെ ശബ്ദം ആമേൻ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, യഹോവയുടെ ശബ്ദം വനത്തിന്റെ തോലിരിക്കുന്നു, യഹോവയുടെ ശബ്ദം കാദേശ് മരുവിനെ നടുക്കുന്നു. ഹല്ലേലൂയ. 29-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ അതാണ് നമ്മൾ വായിക്കുന്നത്. മനുഷ്യപുത്രന്മാരെ യഹോവയ്ക്ക് കുടിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇത്ര വലിയ ശബ്ദം ദൈവത്തിന്റെ പുത്രന്റെ ആമേൻ അധരങ്ങളിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിൽ നമുക്കറിയാം ആമേൻ വലിയ ശബ്ദമുണ്ട്. ഇവിടെ നമ്മള് പുരുഷാരത്തിന്റെ ഘോഷം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ശബ്ദമാണ്. നമുക്ക് തിരുവചനത്തിൽ എത്ര ഹല്ലേലൂയ കാണാൻ കഴിയുന്നുണ്ട്? എത്രയുണ്ട്? കഴിഞ്ഞു പോയല്ലോ. സ്വർഗത്തിൽ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു മൗനതയുണ്ടായെന്ന് പറഞ്ഞതുപോലെ വലിയ മൗനതയാണ്. 4 ഹല്ലേലൂയ മാത്രമേ തിരുവചനത്തിലുള്ളൂ. 4 ഹല്ലേലൂയ മാത്രം. അപ്പോൾ ഈ 4 ഹല്ലേലൂയ നമ്മള് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലാണ്. 19-ാം അധ്യായത്തിൽ എന്താണ് ഇത് പറയാൻ കാരണം? വേറെ എങ്ങും ഹല്ലേലൂയയുടെ ശബ്ദമില്ല. ആമേൻ എന്ന പേരുണ്ട്, ആമേൻ എന്ന പേരുണ്ട്, ഹല്ലേലൂയ എന്ന പേരില്ല. ഹല്ലേലൂയ എന്ന് പറയുന്നത് ആമേൻ. എന്തുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഈ ഹല്ലേലൂയ 4 കൂടെ വരാൻ കാരണം? പഴയ നിയമത്തിൽ എങ്ങും സങ്കീർത്തനങ്ങളിലോ എങ്ങും ഹല്ലേലൂയ നമ്മൾ കാണുന്നില്ല. എന്താണ് ഹല്ലേലൂയയുടെ അർത്ഥം? ശത്രുവിന്റെ മേൽ ജയം എടുത്തതിന് ശേഷമാണ് തിരുവചനത്തിൽ ഹല്ലേലൂയ ഉയർത്തുന്നത്. ആ ഹല്ലേലൂയയുടെയും പ്രത്യേകത എന്താണ്? വലിയ ശബ്ദമാണ്. പുരുഷാരത്തിന്റെ തകർത്ത ഇടിമുഴക്കം പോലെ ഞാൻ സ്വർഗത്തിൽ വലിയ ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സാത്താൻ വീഴുമ്പോൾ ഹല്ലേലൂയ. യേശു ക്രിസ്തു രാജ്യത്വം ഏൽക്കുമ്പോൾ ഹല്ലേലൂയ. ഭൂമിയെ വീണ്ടെടുക്കുമ്പോൾ ഹല്ലേലൂയ. 1000 ആണ്ട് വാഴ്ച തുടങ്ങുമ്പോൾ ഹല്ലേലൂയ. ഇത് ആമേൻ ദൈവമക്കളും ഹല്ലേലൂയ പറയണം. എന്തിനു വേണ്ടി? ശത്രുവിന്റെ എല്ലാ പദ്ധതിയും തകരുമ്പോൾ നിന്റെ ഭവനത്തിൽ ഹല്ലേലൂയ ഉയർത്തണം, നിന്റെ കുഞ്ഞുങ്ങളിൽ ഹല്ലേലൂയ ഉയർത്തണം, രോഗ സൗഖ്യമാകുമ്പോൾ ഹല്ലേലൂയ ഉയർത്തണം, വഴികൾ തുറന്നു വരുമ്പോൾ ഹല്ലേലൂയ പറയണം, പിശാചിന്റെ കാലിന്റെ കീഴിൽ അമർന്നു പോകുമ്പോൾ ഹല്ലേലൂയ പറയണം, അത്ഭുതങ്ങൾ ദൈവം ചെയ്യുമ്പോൾ ഹല്ലേലൂയ വിളിക്കണം. ഇവിടെ ഇതാവന്റെ ശബ്ദം പുരുഷാരത്തിന്റെ ഘോഷം പോലെയുള്ളതാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്ര. റെഫറൻസ് വേണ്ടവര് വേഗത്തിൽ ഒന്ന് എഴുതിക്കോ. വെളിപ്പാട് 1:15, വെളിപ്പാട് 8:5, വെളിപ്പാട് 10:2 മുതൽ 4 വരെ, വെളിപ്പാട് 11:15, വെളിപ്പാട് 14:2, 16, 17, 18, 19 6-ാം വാക്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ വ്യക്തിയെ ശ്രദ്ധിച്ചാൽ ഒരു ദൂതനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മള് ഗബ്രിയേലാണ് ഈ കാര്യങ്ങൾ എല്ലാം അവന് വിശദമാക്കി കൊടുക്കുന്നത്. വേറെ ചില വേദഭാഗങ്ങൾ കൂടെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും. എന്നാൽ വേദപുസ്തകത്തിൽ എത്ര ദൂതന്മാരുടെ പേരുകൾ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്.
പറഞ്ഞു 2. ഉപദേശി ചോദ്യം ഒന്നും ചോദിക്കരുത്. പറഞ്ഞു എത്ര പേരുടെ ഉണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. 4 ദൂതന്മാരുടെ പേരുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗബ്രിയേലാണ്. ഗബ്രിയേൽ എന്ന് എഴുതുമ്പോൾ അത് മെസ്സഞ്ചർ എന്ന് എഴുതുന്നത് നല്ലതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അല്ല, അടിയന്തരമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പുള്ളിയെ വിളിക്കരുത്. സ്തോത്രം. പുള്ളിയല്ല, അതിന്റെ ഡിപ്പാർട്ട്മെന്റ് വേറെയാ. ഹല്ലേലൂയ. ആമേൻ. അദ്ദേഹം ദൂതുവാഹകൻ എന്ന് മാത്രമേ ഉള്ളൂ. ദൂത് കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളാണ് ദൂതുവാഹകൻ. ഗബ്രിയേലാണ്. 2ാം ഗബ്രിയേൽ എന്നുള്ളത് ലൂക്കോസ് 1:19 വാക്യം, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു എന്ന് സഖരിയാവിനോട് ദൈവം പറയുന്നു. 2 മീഖായേലാണ്. നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നുണ്ട്. മീഖായേൽ 10-ാം അധ്യായത്തിന്റെ മീഖായേൽ യുദ്ധം ചെയ്യുന്നയാളാണ്, അല്ലെങ്കിൽ യുദ്ധങ്ങളുടെ തലവനാണ്. 3ാമത് ലൂസിഫറാണ്. യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, അവനും ഒരു ദൂതനായിരുന്നു, അല്ലേ? കെരൂബായിരുന്നു. നീ ചിറക് പടർത്തി മറയ്ക്കുന്ന കെരൂബായിരുന്നു. കൂടുതൽ വാക്യം വേണ്ടവർക്ക് യെഹെസ്കേൽ 28-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം കൂടെ 12-ാം വാക്യം മുതൽ താഴോട്ടുണ്ട്. നീ ചിറക് പടർത്തുന്ന കെരൂബായിരുന്നു എന്ന് പറഞ്ഞുള്ള വിശദീകരണം. 4ാമതായിട്ട് അബദ്ധോൻ എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ നമുക്കൊരാളിനെ കാണുവാനായിട്ട് കഴിയുന്നു. അതും ഒരു ദൈവത്തിന്റെ ദൂതനാണ്. 11-ാം വാക്യം, 9-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ആമേൻ. അബദ്ധോൻ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. 9-ാം വാക്യം, 28-ാം അധ്യായം 28. എസെക്കിയേൽ 28. ലൂസിഫറിന്റേത് യെശയ്യാവ് ഐസയ ചാപ്റ്റർ 14:12, ഐസയ 14:11, എസെക്കിയേൽ 28:12. അങ്ങനെ ഈ 4 ദൂതന്മാരെ കുറിച്ച് മാത്രമേ പേര് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ദൂതന്മാരെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ദൈവം അനുവദിച്ച ദൂതന്മാരെ കുറിച്ച്, കെരൂബുകൾ, സറാഫുകൾ, ജീവികൾ, ഇവയൊക്കെ കുറിച്ചൊക്കെ എല്ലാം ഒന്നല്ല, ഇതിനെല്ലാം പ്രത്യേകം ഡ്യൂട്ടി ഉണ്ട്. അതെല്ലാം നമുക്ക് ധ്യാനിക്കും. 28 11 മുതൽ 12-ാം വാക്യം മുതൽ. അരുണോദയപുത്രനായ ശുക്ര. ഇംഗ്ലീഷ് ബൈബിളില് കിങ് ജെയിംസ് വേർഷനിൽ അങ്ങനെയാണ്, ലൂസിഫർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? കിങ് ജെയിംസ് വേർഷൻ ആരുടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനകത്ത് ലൂസിഫർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ മറ്റിടത്ത് NIV-യിലെ മോർണിംഗ് സ്റ്റാർ എന്നുമാണ്, അല്ലേ? കഴിഞ്ഞ ദിവസം ഇവിടെ വായിച്ചായിരുന്നു എല്ലാവരും. അപ്പോ ലൂസിഫർ എന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അബദോൻ എന്ന് പറയുന്നതും അഗാധത്തിലുള്ള ദൂതനാണ്. അത് നമുക്കറിയാം, അഗാധ രൂപത്തിൽ കുറെ ദൂതന്മാരെ അല്ലെങ്കിൽ പൈശാചിക ശക്തികളെ ബന്ധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ യൂഫ്രട്ടീസ് നദീ തീരത്ത് 4 ദൂതന്മാരെ ബന്ധിച്ചിരിക്കുന്നു. എന്നാൽ അവരുടെ പേരുകൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വിധത്തിൽ 4 ദൂതന്മാരെ മാത്രമേ തിരുവചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളൂ. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഒരു അല്പം കൺഫ്യൂഷൻ ഉണ്ടാകും നിങ്ങൾ ഈ ഭാഗമൊക്കെ വീട്ടിൽ ചെന്ന് വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നല്ലോ. ചിലരൊക്കെ വിളിച്ച് എന്നോട് സംശയമൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷം തോന്നി. മസ്കറ്റിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്, സംശയമൊക്കെ ചോദിക്കുന്നത്. അതിനൊന്നും വേണ്ടുന്നില്ല. ഒന്നുകിലെല്ലാം അങ്ങ് മനസ്സിലായെന്നാണ് അതിന്റെ അർത്ഥം, സംശയമില്ലെങ്കിൽ. മാത്രം 2 അപ്പോ സംശയമുള്ളവരൊന്ന് ചോദിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന് നന്ദി. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ദൂതനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് യേശു ക്രിസ്തുവിന്റെ ഒരു വെളിപ്പാടായിട്ട് നമ്മൾ ചിന്തിക്കുക. എന്നാൽ നമുക്ക് സംശയം വരുന്ന ഒരു കാര്യം,
ഈ ദൈവത്തിന്റെ പുത്രനാണ് അവിടേക്ക് വന്നതെങ്കിൽ എന്തുകൊണ്ട് പാർസി പ്രഭുവിന് യേശുക്രിസ്തുവിനെ തടയാൻ കഴിയും? അങ്ങനെ ദൈവപുത്രനെ ആർക്കെങ്കിലും തടയാൻ കഴിയുമോ? ദൈവത്തെ തടയാൻ കഴിയുമോ? അപ്പോൾ ഈ തടയാൻ യേശുക്രിസ്തുവിനെ തടയാനായിട്ട് കഴിയത്തില്ല. പക്ഷേ ദൈവം എനിക്ക് തന്നെ ഒരു ആലോചന. സ്തോത്രം. ദൈവം അന്നേരം തന്നെ മറുപടിയെ നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നു. 13-ാം വാക്യത്തിൽ അതിന്റെ 12-ാം വാക്യത്തിലാണോ അവിടെ നിന്റെ ആ ഉപവാസം തുടങ്ങിയ ദിവസമേ ഞാന് ആ ഭാഗം ഒന്ന് വായിച്ചേ. നീ നിന്നെ തന്നെ താഴ്ത്തിയ ദിവസം 12-ാം വാക്യം. അതിന് മുമ്പല്ല അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന് മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാന് വന്നിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ദൈവദാസനായ ഈ ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആ ദിവസം തന്നെ മറുപടി കൊടുത്തയച്ചു. ഈ വന്നയാൾ അവിടെ നിൽക്കട്ടെ, വന്നതിനെ കുറിച്ച് പിന്നെ നമുക്ക് ചിന്തിക്കാം. ദൈവം മറുപടി കൊടുത്തയക്കുന്ന ഒരു ദൂതന്റെ കയ്യിലാണെന്ന് ചിന്തിക്കുക. ദൈവം മറുപടി കൊടുത്തയച്ചു, പക്ഷേ ദാനിയേലിന് കിട്ടുന്നില്ല. അപ്പോൾ ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, ദൈവമക്കൾ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ മണിനാദം മുഴങ്ങുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എഴുതുന്നോണ്ട് ഒരു വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്വർഗത്തില് ഒരു മണി മുഴങ്ങുന്നു. എന്താണ് അതിന്റെ കാരണമെന്ന് അറിയാനായിട്ട് ദൈവം ചോദിച്ചു. ഉടനെ തന്നെ അതിന് മറുപടി ഉടനെ ഒരാളുടെ കൊടുത്തായി. അപ്പോൾ വീണ്ടും മറുപടി അന്നേരെ കൊടുത്തയച്ചതാണ്. പക്ഷെ വീണ്ടും അവിടെ മണി മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ദൈവം വീണ്ടും ശ്രദ്ധിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത്, എവിടെയാണ് തടസ്സം വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിങ്ങനെ ചിന്തിക്കാം, ദൈവം ഒരു മെസ്സഞ്ചറിന്റെ കയ്യിൽ അവന് മറുപടി കൊടുത്തയച്ചു. ആ കൊടുത്തയച്ച ദൈവദൂതനെ പാർസി രാജ്യത്തിന്റെ പ്രഭുവിന് തടയാൻ കഴിയും. പാർസി രാജ്യത്തിന്റെ പ്രഭു ആരാണ്? ആണ് നമ്മള് ചില കാര്യങ്ങൾ ചിന്തിക്കണം. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ആമേൻ. ഈ പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞിരിക്കുന്നത് പേർഷ്യൻ പ്രിൻസ് അഥവാ പേർഷ്യ രാജ്യത്തെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന രാജാവല്ല. രാജാവിന് ദൈവത്തിന്റെ ദൂതനെ തടയാനായിട്ട് കഴിയത്തില്ല. മനുഷ്യർക്ക് ആർക്കും തടയാൻ കഴിയത്തില്ല. കാരണം ഒരു ദൂതന്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അശൂർ പാളയത്തിൽ ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ 1,85,000 ആളുകളെ ഒറ്റ രാത്രി കൊണ്ട് കൊന്നു. ഒരു രാത്രി കൊണ്ട് 12 മണിക്കൂർ കൊണ്ട് കൊന്നു കളഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൂതനെ ഒരു മനുഷ്യനും തടയാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ മനുഷ്യനല്ല തടഞ്ഞത് എന്ന് വ്യക്തമാണ്. പിന്നെ ആരാണ് തടഞ്ഞത്? പേർഷ്യ രാജ്യത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ നമ്മൾ ആ അധ്യായത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, ഞാൻ പോയ ശേഷം യവന പ്രഭു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പേർഷ്യൻ പ്രഭു, യവന പ്രഭു എന്നെല്ലാം പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിന് സർവവ്യാപിയായി ഇരിക്കുന്നു. അവന് ദൂതന്മാരുണ്ട്. എന്നാൽ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവൻ സർവവ്യാപിയല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. സർവവ്യാപിയല്ല. ഒരു സ്ഥലത്ത് വന്നാൽ അവിടുത്തെ കാര്യങ്ങൾ മാത്രമേ അവന് കൈകാര്യം ചെയ്യാൻ കഴിയത്തുള്ളൂ. അവന് ദൂതന്മാര് ധാരാളമുണ്ട്. അതുകൊണ്ട് സർവവ്യാപി അല്ലാത്തത് കൊണ്ട് സാത്താൻ തന്റെ കീഴിൽ വിശ്വസ്തരായ ദൂതന്മാരെ ഓരോരോ രാജ്യങ്ങളുടെ മേൽ ആക്കിയിരിക്കുന്നു.
പേർഷ്യ രാജ്യത്തിന്റെ മേൽ തന്റെ വിശ്വസ്തനായ ഒരു പ്രഭുവുണ്ട്, സാത്താൻ. മസ്കറ്റിന്റെ മേൽ സാത്താന്റെ ഒരു ദൂതനെ പിശാചാക്കിയിട്ടുണ്ട്. ഓരോ രാജ്യങ്ങളെയും ഭരിക്കുന്നത് ഇവിടുത്തെ മനുഷ്യരാണെങ്കിലും അതിന്റെ പിന്നിൽ അവർക്ക് ആലോചന കൊടുത്ത് അവരെ കൊണ്ട് ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സാത്താനാണെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. പേർഷ്യ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോരസ് രാജാവാണെങ്കിലും അദ്ദേഹത്തിന്റെ പിന്നിൽ വ്യാപരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാത്താന്യ ശക്തിയുണ്ട്. അത് ഈ അന്തരീക്ഷത്തിലാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. ചില വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. എങ്ങനെയാണ് ഈ ലോകത്തിന്റെ അധികാരം പിശാചിന്റെ കയ്യിലായിപ്പോയെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആമേൻ. നമ്മള് 1 യോഹന്നാൻ 5-ാം അധ്യായം എടുത്ത് 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കണം. 1 യോഹന്നാൻ 5:19. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോൾ ഈ ലോകം മുഴുവൻ സാത്താന്റെ കയ്യിലാണ്. ഇപ്പോൾ ആത്മമണ്ഡലത്തിൽ കർത്താവ് ഇതെല്ലാം തിരിച്ചു പിടിച്ചെങ്കിലും ഈ ഭൂമിയിലെ അധികാരം മുഴുവനായി സാത്താന്റെ കയ്യിൽ നിന്ന് കർത്താവ് തിരികെ വാങ്ങിയിട്ടില്ല. ഇതിന് തിരികെ വാങ്ങുന്നത് 1000-ാം ആണ്ട് വാഴ്ചയിൽ മാത്രമാണ്. നമ്മള് പൂർണ്ണമായും കർത്താവ് ഇതിന് മുഴുവനായിട്ട് തിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഇനിയും രണ്ടാമതായി കർത്താവിനെ പരീക്ഷിക്കുമ്പോൾ പിശാച് പറഞ്ഞ കാര്യം മത്തായി 4-ാം അധ്യായം എടുക്കാം. 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, 8-9 വാക്യങ്ങൾ ആരെങ്കിലും ഇത് വായിക്കാം. 8-9 വാക്യങ്ങൾ. അടുത്ത വാക്യം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ലൂക്കോസ് 4:6 കൂടെ വായിക്കും. ലൂക്കോസ് 4:6. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം, ഇതെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വിഷയത്തോടനുബന്ധിച്ച് അവൻ പറയുകയാണ്, ഇതൊക്കെ എങ്കിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആരാ ഏൽപ്പിച്ചത്? സ്തോത്രം. ആദാം ഏൽപ്പിച്ചു കൊടുത്തതാണ്. ആദാമിന്റെ കയ്യിൽ ദൈവം ആമേൻ. 31:26 നമ്മൾ വായിക്കുന്നത്, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക, അവൻ സകല ഭൂചര ജഡത്തിന്മേലും ഭൂചര ജന്തുവിന്മേലും വാഴട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. 27-ാം വാക്യത്തിൽ കൽപ്പിച്ചു, വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ വാഴാനുള്ള അധികാരത്തിന്റെ ചെങ്കോൽ കൂടെ തന്റെ കയ്യിൽ കൊടുത്താണ് ആദാമിനെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്. ആദാം വിളിച്ച സിംഹം മുമ്പിൽ വരുമായിരുന്നു. ആദാമിന് കർത്താവ് വെള്ളത്തിൽ കൂടെ നടന്നതുപോലെ കർത്താവ് ഒടുക്കത്തെ ആദാമായതുകൊണ്ട് കർത്താവിനെ പോലെ അവന് നടക്കാൻ കഴിയുമായിരുന്നു. സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് യോശുവ പറഞ്ഞപ്പോൾ അവൻ ആകാശത്തിലും അവൻ ചന്ദ്രനും സൂര്യനും നിന്നതുപോലെ നിർത്താൻ അധികാരമുള്ളവനായിരുന്നു ആദാം. സ്തോത്രം. ദൈവം കൃപ കൊടുത്തതാണ്. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ
ലഭിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ നോഹയുടെ മുമ്പിലും ഈ ജലപ്രളയം വരുന്നതിന് മുമ്പേ മൃഗങ്ങളെല്ലാം, അപ്പോൾ ദൈവപുത്രൻ ലോകത്തിൽ വന്നപ്പോൾ ഹല്ലേലൂയ, കർത്താവിന് ഈ കൃപ ദൈവം കൊടുത്തത് കൊണ്ടാണ് ഒടുക്കത്തെ ആദാമാകുന്ന കർത്താവ് വെള്ളത്തിന് മീതെ കൂടെ നടന്നത്. അതുപോലെ തന്നെ ഒരാൾ കൂടെ നടന്നില്ലേ? പത്രോസ് നടന്നു അല്ലേ? അപ്പോൾ ദൈവം കൃപ കൊടുത്താൽ ഇതെല്ലാം നടക്കും. എന്നാൽ അധികാരത്തിന്റെ ചെങ്കോൽ സാത്താന് അവന്റെ കയ്യിൽ നിന്ന്, ആദാമിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത് കൊണ്ടാണ് അവിടെ പറയുന്നത് ഇതെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ദൈവമക്കൾ ഓർക്കേണ്ടത്, പിശാചിനോട് കർത്താവ് പറഞ്ഞില്ല, അപ്പാ പിശാചെ നിന്നെ ഇതുപോലെ ഏൽപ്പിച്ചിട്ടുണ്ടോടാ എന്നൊന്നും അന്നേരം പറഞ്ഞില്ല. ഇതങ്ങ് അംഗീകരിച്ചു കൊടുക്കുകയായിരുന്നു. ഇതെല്ലാം അങ്ങ് ആവർത്തിച്ച് കർത്താവ് അങ്ങ് അംഗീകരിച്ചു കൊടുക്കുകയായിരുന്നു. കർത്താവിന് അറിയായിരുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ടെന്ന്. കർത്താവ് പറയാൻ കാരണം, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും അവൻ വിടുവിച്ചു. അപ്പോൾ ദൈവമക്കൾ ഓർക്കേണ്ടത്, ദുഷ്ടന്റെ അധീനതയിലാണ് ഈ ലോകം കിടക്കുന്നത്. പിശാചിന് ഏൽപ്പിക്കപ്പെട്ട ലോകമാണ്. അത് മാത്രമല്ല, ഈ ലോകത്തിന്റെ പ്രഭു ആരാണെന്ന് പൗലോസ് പറയുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ച്, 4-ാമത്തെ വാക്യം ഒന്ന്. സ്തോത്രം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം. ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അഥവാ ഈ ലോകത്തിന്റെ പ്രഭു ഹല്ലേലൂയ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു ആരാണ്? പിശാചാണെന്ന് ദൈവം പറയുന്നു, ദൈവവചനം പറയുന്നു. അപ്പോൾ 1, അവന്റെ അധീനതയിൽ കിടക്കുന്നു. 2, അവൻകൽ ഏൽപ്പിച്ചിരിക്കുന്നു. 3, ഈ ലോകത്തിന്റെ ദൈവമാണ് അവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. 4, ഹല്ലേലൂയ, എഫെസ്യ ലേഖനം 2-ന്റെ 2-ാം വാക്യം. ഹല്ലേലൂയ, 2-ാം വാക്യം. ഞാൻ കഴിഞ്ഞ ദിവസം ആ വാക്യം ഒന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. ആകാശത്തിലെ അധികാരത്തിനും, അപ്പോൾ ആകാശത്തിനും അതിന്റെ കീഴിലുള്ളതിന്റെ എല്ലാം അധികാരം ആർക്കാ? പിശാചിനാണ്. അതുകൊണ്ടാണ് അവനെ ആകാശത്തിലെ വാവാന്ന് വിളിക്കുന്നത്. നമ്മൾ അറിയാതൊക്കെ പണ്ടൊക്കെ അവനോട് പ്രാർത്ഥിച്ചു പോയി. എല്ലാം ഏറ്റു പറഞ്ഞോളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ആകാശത്തിന്റെ അധികാരി അവനാണ്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകാധിപതികളോട് സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ പോരാട്ടം. 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ജഡരക്തങ്ങളോടല്ല പോരാട്ടം. ഇവിടുത്തെ മനുഷ്യരൊക്കെ നിങ്ങളോട് മുഖം വെറുപ്പിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, അവനിൽ വ്യാപരിക്കുന്ന ശക്തി ഏതാ? ദൈവാത്മാവ് ജീവിക്കുന്ന ഒരാൾക്ക് അങ്ങനെ കാണിക്കാനൊക്കുവോ? ഒക്കത്തില്ല. ഹല്ലേലൂയ, ആമേൻ. അവനിൽ പിശാച് കടന്നിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവരങ്ങനെ പ്രവർത്തിക്കുന്നത്. അവര് പോലും അറിയാതെ പിശാച് അങ്ങനെയുള്ള ആളുകളെ എടുക്കാം. ദൈവദാസന്മാര്, ഞാൻ ചിലരായിട്ട് അങ്ങോട്ട് കൈയും കൊണ്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ മാറിപ്പോന്നത് കാണാം. എന്തോ ഉള്ളിലിരിക്കുന്നത്? സ്തോത്രം. ദൈവാത്മാവല്ല. പിശാചിന് ഇടം കൊടുക്കരുതെന്ന് ദൈവവചനം പറയുന്നു. പിശാചിന് ഇടം കൊടുക്കരുത്. വഴി വെട്ടി വെച്ചു കൊടുക്കുകയാണ്. ഇങ്ങ് കേറിക്കോന്നും പറഞ്ഞ്. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആമേൻ. വഴിയേ പോകുന്ന പിശാചിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തരുത്. ഉള്ളിൽ കേറിയാ പിന്നെ ഇറക്കി വിടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ, ദൈവത്തിന് വരുന്നു. പ്രഭു വരുന്നു. അതെ, അവനെ പുറത്ത് തള്ളിക്കളയും എന്ന് പറഞ്ഞിരിക്കുന്നു. ആ വാക്യം കൊണ്ടെന്ന് പറഞ്ഞത് ഈ ലോകത്തിന്റെ പ്രഭു, ആ വാക്യം കൂടെ ഒന്ന് എഴുതിക്കോ. അതിന്
നല്ല ഒത്തിണങ്ങുന്നൊരു വാക്യമാണ്. 12:31 വാക്യം. യോഹന്നാൻ 12:31. സ്തോത്രം. ഈ ലോകത്തിന്റെ പ്രഭു എന്നുള്ളതിന്റെ കൂടെ എഴുതണം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ആകാശത്തിന്റെ അധികാരം സാത്താന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. ഇനി മറ്റൊരു വിചിത്രമായൊരു കാര്യം, സ്തോത്രം, അവൻ ഇവിടെ ഒരു രാജ്യമുണ്ട്, കാണാത്ത ഒരു രാജ്യം. നമ്മുടെ ഫിസിക്കലായിട്ടുള്ള കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു രാജ്യം അവനുണ്ട്. കർത്താവിനെ വിസ്തരിക്കാനായി കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ, ആമേൻ, കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പറയുകയാണ്, ഇപ്പോൾ അവരുടെ നാഴികയാണ്, ഇപ്പോൾ ഇരുളിന്റെ അധികാരവുമാണ് എന്നോട് പറയുന്നുണ്ട്. വാക്യം കണ്ടോ? എന്റെ 34-ാം വാക്യം. 18-30 വായിച്ചു. 35-ാം വാക്യം മുതൽ വായിക്കുക. നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ, സത്യത്തിന് സാക്ഷി നിൽക്കണം. ഞാൻ അല്ലച്ചാ, ഈ 35-ാം വാക്യം മുതൽ ഞാൻ യഹൂദനോ നിന്റെ ജനവും മഹാപുരോന്മാർ നിന്നെ എന്റെ മക്കൾ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ യേശു എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമല്ല. വായിച്ചേ. എന്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല. കർത്താവ് 2 പ്രാവശ്യം പറയുകയാണ്, എന്റെ രാജ്യം ഐഹികമല്ല. വായിച്ചതായിട്ട്. എന്നാൽ എന്റെ രാജാവിൽ എന്ന ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടത് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ. 31-ാം വാക്യം കൂടെ വായിച്ചേ. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടത് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ആമേൻ, ഈ ലോകത്തിൽ ഒരു രാജ്യം സ്ഥാപിക്കാൻ, അഥവാ നീ ഇപ്പോൾ ഭരിക്കുന്നത് പോലെ ലൗകികമായ ഒരു രാജ്യം സ്ഥാപിക്കാനല്ല ഞാന് വന്നിരിക്കുന്നത്. പിന്നെയോ, എന്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എന്റെ സേവകർ നിന്നോട് പോരാടുമായിരുന്നു. ഞങ്ങളങ്ങനെ പോരാടുന്നില്ല. ദൈവത്തിന്റെ മക്കളെ, ഇവിടെ ആരെങ്കിലും, സ്തോത്രം, ആരെങ്കിലും നിങ്ങളോട് പോരാടാൻ വന്നാൽ ആദ്യം അങ്ങ് തോറ്റു കൊടുക്കണം. അപ്പൊ പിന്നെ പോരാടാൻ വരുമോ? പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, വാളുറയിലെ ഇടുക. വാളെടുക്കുന്നവനെല്ലാം വാളാൽ നശിക്കും. സ്തോത്രം. പത്രോസ് ഒന്ന് വെട്ടാൻ നോക്കിയതാണ്. സ്തോത്രം. ആമേൻ. എനിക്കും വെട്ടാന് അറിയാം എന്നുള്ള രീതിയിലാണ് വെട്ടിയത്. അപ്പൊ എന്താ പോയത്? കാതാ പോയത്. സ്തോത്രം. ഇയാൾക്ക് വേറെ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുവാ? വല വീശുന്നത് പോലെ വെട്ടിയാൽ കാതേ പോകത്തുള്ളൂ, കഴുത്ത് പോകത്തില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്കും ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വേറെ ദൈവം തരാത്ത ഒന്നും അവർ ചെയ്യരുത്. അവൻ വല്ലവരുടെയൊക്കെ ചെവി പോകും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ കർത്താവ് പറയുകയാണ്, പത്രോസേ, ആമേൻ, വാളുറയിലിടുക. ഹല്ലേലൂയ. ആമേൻ. വാളുറയിലിടുക. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. അതുകൊണ്ട് നിന്നെ ഈ വാളല്ല ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ കുറെ നാൾ കഴിയുമ്പോൾ വേറൊരു വാള് നിന്റെ തരാൻ പോകുക. ഒറ്റ വെട്ടുമ്പോൾ 3000 എണ്ണം വീഴും. പിടികിട്ടിയില്ല. വചനമെന്ന വാള്, ആത്മാവിന്റെ വാള് ഞാൻ നിന്റെ തരാൻ പോവാ. അന്നേരം ഈ തുരുമ്പ് പിടിച്ച ഈ മുറിവാളുമായിട്ട് നീ നടക്കണോ? പലരും ഇന്ന് തമ്പുരാൻ ഈ വലിയ വാള് കൊടുക്കാത്തതിന്റെ കാരണം ഇത് താത്തു വെക്കാത്തതുകൊണ്ടാണ്.
ഇതെന്ന് താത്തു വെക്കുന്നോ? ഒന്ന് പറഞ്ഞ 9 പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നറിയോ ചിലർക്ക്. ഈ ഗ്യാസ് ഉള്ളവർക്ക് ഏത് വലിയ യോഗത്തിന് നടുവിലാണെങ്കിൽ ഹല്ലേലൂയ അതിങ്ങ് വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ വലിയ ബുദ്ധിമുട്ടാണ്. ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവരോട് മറുപടി പറഞ്ഞില്ലെങ്കിൽ സ്തോത്രം. അതുകൊണ്ട് ആ തമ്പുരാൻ ദൈവവചനം നമ്മൾ ഓർക്കണം. നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തിന്റെ വചനം പറയാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കണമെങ്കിൽ ഒരു ദൈവദാസനെ വിളിക്കുമ്പോൾ ദൈവം ആദ്യം ചെയ്ത ഒരു കാര്യം ഹല്ലേലൂയ അവനോട് പറഞ്ഞു, നീ നാക്കൊന്ന് നീട്ടി പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിലെ തീക്കനൽ കൊണ്ടുവന്ന് അവന്റെ നാക്കിനെ സ്വർഗത്തിലെ തീക്കനൽ കൊണ്ട് നാവിനെ തൊടിയിപ്പിച്ചു കഴിഞ്ഞാൽ എന്തോ പറ്റും? നാക്ക് പൊള്ളും. തീക്കനൽ കൊണ്ട് തൊടിയിച്ചാൽ പിന്നെ പൊള്ളും. നാക്ക് പൊള്ളിയിരിക്കുന്ന ആളിന് ഒത്തിരി സംസാരിക്കാൻ നോക്കൂ, പിടികിട്ടില്ല. നാക്ക് പൊള്ളിയിരുന്നാൽ പിന്നെ അധികം സംസാരിക്കാൻ ഒക്കത്തില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തമ്പുരാന്റെ പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ അധികം നമുക്ക് സംസാരിക്കാൻ ഒക്കത്തില്ല. ബലഹീനത കൊണ്ടല്ല ചിലടത്ത് മിണ്ടാതിരിക്കുന്നത്, പിന്നെയോ സ്വർഗത്തിലെ തീക്കനൽ കൊണ്ട് നാവിനെ തൊടുവിച്ചിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ സംസാരിക്കാതിരിക്കുകയാണ്. ദൈവവചനം പറയുന്നു വാക്കുകളുടെ ബഹുത്വത്താൽ ലംഘനം വരാതിരിക്കുകയില്ല. കഴിഞ്ഞ ദിവസം 1.5 മണിക്കൂർ ഷീജ ആരാണ്ടോട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നീ മേലാൽ ഇത് ആവർത്തിക്കരുത്. ഷെയറിംഗ് ആണെന്നാണ് പറയുന്നത് ഒരു പെങ്കൊച്ച. കാരണം അങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ വാക്കുകളുടെ ബഹുത്വത്താൽ ലംഘനം എല്ലാത്തിനും നമ്മള് ലിമിറ്റ് വെക്കണം. നമ്മുടെ അധരം കൊണ്ട് ദൈവവചനം പറയുന്നു ഹല്ലേലൂയ തളർന്നിരിക്കുന്നവരെ നാവ് കൊണ്ട് വാക്കുകൾ കൊണ്ട് അവരെ ബലപ്പെടുത്തേണ്ടതിന് താങ്ങേണ്ടതിന് ദൈവം എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ശിഷ്യന്റെ നാവ് വേണമെന്നുണ്ടെങ്കിൽ അവൻ രാവിലെ തോറും കേൾക്കേണ്ടതിന് ഞാൻ എന്റെ ചെവിയെ തുറക്കുന്നു എന്നാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയാൻ വന്നത്, ദൈവമക്കൾ ഓർത്തുകൊള്ളുക, നമ്മുടെ അധരങ്ങൾ അടക്കിക്കൊള്ളുക. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് വളരെ സത്യമാണ്. ഹല്ലേലൂയ. മിണ്ടാതിരുന്നാൽ ഭോഷനെയും ജ്ഞാനിയായിട്ട് എണ്ണാമെന്നാണ്. മിണ്ടാതിരുന്നാ മതി. വലിയ കമ്മിറ്റിയൊക്കെ നടക്കുമ്പോഴും നിങ്ങൾ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരുന്നേ. സ്തോത്രം. അവിടെ കിടന്നുകൊണ്ട് ഈ അരച്ചു വിളിക്കുന്നവരെക്കാൾ മാന്യം നിങ്ങൾക്കായിരിക്കും. സ്തോത്രം. നാവിനെ കടിഞ്ഞാണിട്ട് കാക്കണമെന്നാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 119 സങ്കീർത്തനത്തിൽ വായിക്കുന്നതിന്റെ വായിക്കൊരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാത്തുകൊള്ളണമേ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, കർത്താവ് പറഞ്ഞു എന്റെ രാജ്യം ഐഹികമല്ല. അതുകൊണ്ടാണ് മഹാപുരോഹിതന് ഏറിയൊന്ന് ചോദിച്ചിട്ടും കർത്താവ് ഒരു ഉത്തരവും പറഞ്ഞില്ല. ദൈവവചനം പറയുന്ന അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അറുക്കാനുള്ള ആടുകളെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്ന നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ മിണ്ടാതിരുന്നു, വായി തുറക്കാതിരുന്നു. സ്തോത്രം. ഈ കുഞ്ഞാടിനെ രോമം കത്തിരിക്കുന്നതിന് മുമ്പേ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നിൽക്കുന്ന കുഞ്ഞാടിനെ കൊണ്ട് രോമം കത്തിരിക്കാനായിട്ട് അങ്ങോട്ട് കയറ്റുമ്പോൾ ഇത് ശാന്തമായിട്ട് അനങ്ങാതെ വാ പോലും തുറക്കാതെ കിടന്ന് അലച്ച് വിളിക്കാതെ ഇങ്ങനെ ശാന്തമായിട്ട് അങ്ങ് നിന്നു കൊടുക്കുമ്പോൾ രോമം കത്തിരിക്കുന്നവർ മുഴുവൻ കത്തിരിച്ചങ്ങ് എടുക്കും. എന്നിട്ട് ഇതിനെ വെളിയിലോട്ട് ഇറക്കി വിടും. അതിനെ കണ്ട ദീനം വന്ന പട്ടിയെ പോലെ എന്റെ സൗന്ദര്യം മുഴുവൻ. സ്തോത്രം. പിശാചും ഇന്ന് വിശ്വാസികളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. നമ്മുടെ ഏറ്റവും നല്ല
നല്ല മാന്യതയും അഴകുമായിട്ടൊക്കെ നമ്മൾ വളരെ സാക്ഷ്യത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ ആമേൻ പിശാച് ചിലത് ആമേൻ ഹല്ലേലൂയ ആമേൻ അറുത്ത് മുറിച്ച് മുഴുവൻ എടുക്കും. എന്ത് ചെയ്യണം അന്നേരം? അതിനോട് റെസിസ്റ്റ് ചെയ്യണ്ടെന്ന് നിന്ന് കൊടുക്കാം. കർത്താവ് അതാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സാക്ഷ്യത്തെ ബാധിക്കുന്ന പല കാര്യങ്ങൾ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലയോ? എനിക്ക് എന്റെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം കേൾക്കുമ്പോൾ എന്റെ കാലേ കൂടെ എല്ലാരും കാലും നീട്ടി വെച്ചിരിക്കുക. നടക്കണ്ട കേട്ടോ. ദൈവസന്നിധിയിൽ ഈ കാലെല്ലാം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. അതെല്ലാം അവിടുന്ന് അങ്ങ് പോട്ടെ ആദ്യം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ ഞാൻ പറയാൻ വന്നത്, ഹല്ലേലൂയ, ദൈവമക്കളെ, കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ആരോട് ഒന്നും പ്രതികരിച്ചില്ല. സമയം പോകും, എന്നാലും ഞാൻ ആ ഭാഗത്തു നിന്ന് ഒരു കാര്യം കൂടെ പറയാം. ഇത് പറഞ്ഞു വന്നതുകൊണ്ട്, കർത്താവിനെ ആളുകൾ അപമാനിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവിനെ അപമാനിച്ചത് ആമേൻ ഹല്ലേലൂയ. കർത്താവ് നസ്രയത്തിന്റെ പട്ടണത്തിൽ അതിലേക്കൂടെയൊക്കെ കളിച്ച് നടക്കുമ്പോഴെല്ലാം അവിടെയുള്ള പ്രായമുള്ളവരെല്ലാവരും ആമേൻ പറയും, അവനെ കണ്ടോ, ആ കുഞ്ഞിനെ കണ്ടോ, ഹല്ലേലൂയ. എന്തെങ്കിലും രണ്ട് വാക്ക് അവനെ വേദനിപ്പിക്കുന്നത് പറഞ്ഞു. അങ്ങനെയാണ് 30 വയസ്സ് വരെയും വളർന്നു വന്നു. എന്നാൽ പരിശുശ്രൂഷ തുടങ്ങി, ശുശ്രൂഷ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരുടെയൊക്കെ നാമത്തിന്റെ മേലിലാകുന്നു, ഇവരെക്കാളൊക്കെ വലിയ ഉന്നതരായി മാറുന്നെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരെ എങ്ങനെയും ഇടിച്ച് താക്കണമെന്നുള്ള ആഗ്രഹത്തിൽ സ്തോത്രം, ഹല്ലേലൂയ. അവിടെ എല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടക്കുമ്പോൾ ആമേൻ ആളുകൾ അവനെക്കുറിച്ച് പറയുകയാണ്, ഇവൻ മറിയയുടെ മകനല്ലയോ? ഇവന് മറിയയുടെ മകനല്ലയോ? നിങ്ങളങ്ങ് ഗ്രഹിച്ചെടുത്താൽ മതി. ഇത് പൊതുയോഗമായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ എത്ര വേദനിപ്പിക്കുന്നതാ, എത്ര വേദനിപ്പിക്കുന്നതാണ്. എന്നിട്ട് യൂതന്മാരുടെ നടുവ് വയ്ക്കുമ്പോൾ അവര് പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ. പറഞ്ഞതിന് അർത്ഥമുണ്ടോ? ഞങ്ങൾക്ക് അബ്രഹാം എന്ന് പറയുന്ന ഒരു പിതാവേ ഉള്ളൂ. കർത്താവ് അവിടെ എന്തേലും പ്രതികരിച്ചോ? ഒന്നും പറഞ്ഞില്ല. കർത്താവിനെ സ്പർശിക്കുന്നത് ഒന്നും പറയുമ്പോൾ അവൻ പ്രതികരിച്ചില്ല. പിന്നെ എവിടെ പ്രതികരിച്ചു? ദേവാലയത്തിൽ ദൈവനാമത്തെ ദുഷിക്കുന്നത് കണ്ടപ്പോൾ പ്രതികരിച്ചു. നമുക്ക് പറ്റിയിരിക്കുന്ന വലിയ പരാജയം, നമ്മളെ സ്പർശിക്കുന്ന എന്തെങ്കിലും വന്നാൽ അന്ന് നമ്മൾ അവിടെ ഇളക്കും. ദൈവനാമത്തിന് ദൂഷ്യം വരുന്ന എന്തെങ്കിലും വന്നാൽ ആ വെല്ലുവിളികളെല്ലാം കണ്ടില്ലെന്ന് നടിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നാട്ടില് ഇവിടെ അത് കാണാനൊക്കത്തില്ല, ഞാൻ നാട്ടിലായിരുന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ കണ്ടത്തും വരുമ്പേൽ ഇങ്ങനെ കുഞ്ഞു കൂടി കൊക്കിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ആമേൻ. ഇങ്ങനെ തനിക്ക് തന്റെ ചുണ്ടിനകത്ത് കൊത്താനൊക്കുന്ന ചെറിയ മീൻ ഏതെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് കൊത്തി. വലിയ മീനൊക്കെ വന്നാൽ ഇതുപോലെ ചില വിശ്വാസികളും അകത്ത് സ്പർശിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ ഇതൊന്നും ഞങ്ങൾക്ക് അല്ല, അല്ലാത്തതെല്ലാം ഹല്ലേലൂയ. അതിലും ചെറിയ കാര്യം, ഇവിടെ കാറ് കിട്ടുന്നതോ ലോറി കിട്ടുന്നതോ, സ്തോത്രം, വെട്ടി വെട്ടുന്നത് പോലെ ഹല്ലേലൂയ പറയും. അകത്ത് നിന്റെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ അവിടെയാണ് പ്രതികരിക്കേണ്ടത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, ഹല്ലേലൂയ. ഈ ശൗൽ രാജാവ് പോലും
ആമേൻ, ആ 40 ദിവസമായി പേടിച്ച് കേറി പെരയ്ക്കകത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു 16 വയസ്സുകാരന് അവന്റെ അന്തരാത്മാവിൽ വലിയ ആമേൻ ഹല്ലേലൂയ ശക്തി ഉണർന്നു. ഈ അഗ്രചർമ്മി എന്തുകൊണ്ട് എന്റെ ദൈവത്തിന്റെ നാമത്തെ നിന്ദിക്കുന്നു? ദൈവനാമത്തിന് അപമാനം വരുന്ന എന്തെങ്കിലും കാര്യം എവിടെങ്കിലും കണ്ടാൽ പ്രതികരിക്കണം. അല്ലാത്തതിനെല്ലാം നമ്മളെ സ്പർശിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ഈ ചെവി കൂടെ കയറ്റി മറയെ ചെവി കൂടെ വിട്ട് കളഞ്ഞേക്കണം. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞുകൊണ്ടിട്ട് ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരു ഉന്നതനായ ദൈവദാസൻ, വളരെ ജീവിതമുള്ള ഒരു ദൈവദാസനെ കുറിച്ച് ആരാണ്ട് ഈ ബിറ്റ് നോട്ടീസ് അടിച്ചിറക്കി, ഇവനൊരു അന്തിക്രിസ്തുവാണ്, കള്ളക്രിസ്തുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആരാണ്ട് ഒരാള് ഇതും ചുരുട്ടി വേദപുസ്തകത്തിൽ വെച്ചോണ്ട് ഈ ദൈവദാസന്റെ അടുക്ക ചെന്നേച്ച് പറഞ്ഞു, ഇദ്ദേഹത്തെ കുറിച്ച് അങ്ങയെക്കുറിച്ച് ഇങ്ങനൊരു നോട്ടീസ് ഇറങ്ങി വായിക്കുന്നുണ്ടോ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഫാക്ട് അടിച്ചിറക്കിയത്. അപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞു, എനിക്ക് വേദപുസ്തകം തന്നെ വായിക്കാൻ നേരമില്ല, അതുകൊണ്ട് കുഞ്ഞ നീ ഇത് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറയാൻ വന്നത്, തന്നെ സ്പർശിക്കുന്ന പിശാചിന്റെ കാര്യങ്ങൾ, അവൻ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചുകൊണ്ട് എന്താണ് നമ്മളെ ഹല്ലേലൂയ ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങളിലേക്ക് പിശാചിന് പല അടവുകളുണ്ട്. നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു വിടാനായി പിശാച് പല കാര്യങ്ങൾ പറയാം. ദൈവത്തിന് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഞാൻ പറയാൻ വന്നത്, കർത്താവ് ഏറിയെന്ന് ചോദിച്ചിട്ടും മഹാപുരോഹിതൻ ചോദിച്ചിട്ടും കർത്താവ് ഒന്നും മിണ്ടിയില്ല. 2 ഹേരോദാവ് ഏറിയെന്ന് ചോദിച്ചിട്ടും കർത്താവ് ഒരൊറ്റ അക്ഷരം എന്താ മിണ്ടാതിരുന്നത്? മറുപടി പറയേണ്ട ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ മറുപടി പറഞ്ഞില്ല. നമ്മളും മറുപടി പറയേണ്ട സമയങ്ങളിൽ മറുപടി പറഞ്ഞു. അപ്പൊ ഞാൻ പറയാൻ വന്നത്, കർത്താവിന്റെ രാജ്യം ഐഹികം അല്ല. അതുകൊണ്ടാണ് കർത്താവ് ഇതൊന്നും വെട്ടിപ്പിടിക്കാതെ. അപ്പോൾ കർത്താവിന്റെ രാജ്യം പ്രത്യേകമായി നമ്മൾ ഓർക്കണം. സാത്താൻ ഇവിടെ കാണാത്ത ഒരു രാജ്യമുണ്ട്. കർത്താവ് ഒരു മർമ്മമായിട്ട് അത് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം എടുത്താട്ട് 12-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കണം. സ്തോത്രം. ഒരു രാജ്യം തന്നിൽ തന്നെ ചിത്രിച്ചെങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ചിത്രിച്ചെങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിത്രിച്ചു പോയത്. പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ വേർതിരിവിലേക്ക് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കും? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാരാണ്. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലും ദൈവരാജ്യം നിങ്ങളുടെ അടുത്ത് വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കവർന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും? ബലവാൻ ആരാണെന്ന കർത്താവ് പറഞ്ഞത്? സാത്താനാണ്, പിശാചാണ്. കർത്താവ് പറഞ്ഞത്, ഭൂതം ഇറക്കിയ സമയത്ത് ആളുകൾ പറഞ്ഞു, ഇവൻ പിശാചിന്റെ തലവനെ കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് പുറത്താക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായാൽ അവന്റെ രാജ്യം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അതുകൊണ്ട് അത് തന്നിൽ തന്നെ ചിത്രിച്ചു പോകും, തന്നിൽ തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് പിശാചിന്റെ തലവനെ കൊണ്ടല്ല, അല്ലെങ്കിൽ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടല്ല ഞാൻ ഭൂതങ്ങളെ. പിന്നെയോ ബലവാനെ പിടിച്ചു കെട്ടാൻ വന്നവനാണ് ഞാൻ. ബലവാൻ പിശാചാണ്. അവന്റെ വീട് ഇതാണെന്നാണ്, ഭൂമിയാണെന്നാണ് കർത്താവ് പറയുന്നത്. ഈ ഭൂമി അവന്റെ വീടാക്കി വെച്ചിരിക്കുക. ഈ വീട്ടിൽ കടന്ന് ബലവാനെ എന്ത് ചെയ്യണം? പിടിച്ചു കെട്ടണം. അപ്പൊ നിങ്ങളൊക്കെ ആത്മീയ ശുശ്രൂഷ നിൽക്കുമ്പോഴും നിങ്ങൾ ഓർത്തു കൊള്ളണം, നമ്മളൊരു വീട്ടിലോട്ട് ചെന്നാൽ ആ വീട്ടിലെ വ്യക്തികളെയല്ല ആദ്യം കാണേണ്ടത്, പിന്നെയോ അതിന്റെ പുറകിലുള്ള ഒരു ഇരുട്ടിന്റെ രാജ്യത്തെ കാണും. ആ രാജ്യത്തിലുള്ള അധികാരിയെ പിടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇവരെ പിന്നെ പെട്ടെന്ന് നമുക്ക് സ്നാനപ്പെടുത്താം, ഇവരെ പിന്നെ പെട്ടെന്ന് നമുക്ക് സഭയിലോട്ട് കൊണ്ടുപോകാം, ഇവരെ പെട്ടെന്ന് നമുക്ക് ദൈവവചനം പഠിപ്പിക്കാം. പിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയെ ശാസിക്കണം. പല കുടുംബങ്ങളിലും
ആധിപത്യം സ്ഥാപിച്ച ബലവാനായിട്ട് ഇവരെ മുഴുവൻ പിടിച്ച് കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുക. സ്തോത്രം. ആമേൻ. അവനെ അവിടെ നിന്ന് പിടിച്ച് വെട്ടിയെടുക്കണം. അല്പം കൂടെ ലളിതമായി പറഞ്ഞാൽ വലിയ കാട്ടിനകത്തായി ഈ വൻമരം നിൽക്കുന്നത്. കാട്ടിനകത്ത് മരം വെട്ടാൻ പോയിട്ടുള്ളവർക്കറിയാം വലിയ ബുദ്ധിമുട്ടാണ്. കാട്ടിൽ വലിയ തടികളൊക്കെ നിപ്പുണ്ട്. പക്ഷേ അവനെ അവിടുന്ന് വെട്ടി കൊണ്ടുവന്ന് ആലയത്തിന്റെ ഉപകരണങ്ങളാക്കി മാറ്റാൻ ഖദിരമരമാണ് ദൈവം ഉപയോഗിക്കാൻ പറഞ്ഞത്. ആലയത്തിന്റെ ഉപകരണങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് വ്യക്തി ജീവിതങ്ങളിൽ അവന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു സാത്താന്റെ രാജ്യമുണ്ട്, ഇരുളിന്റെ രാജ്യം. ആ രാജ്യത്തിൽ നിന്ന് വേണം നമ്മള് അവരെ വിടുവിച്ചുകൊണ്ട് വരാനായി. പുസ്തകപ്രവൃത്തി 20-ാം അധ്യായത്തിൽ ആമേൻ അവരെ ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിപ്പാനും കുരുട്ട് കണ്ണുകളെ തുറപ്പാനും എത്രാം വാക്യവാ? സ്തോത്രം. 20-ാം അധ്യായത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കിട്ടിയ വാക്യം ഷീജേ? എന്റെ പഴയ ബൈബിൾ. ഒരു മിനിറ്റ്. സ്തോത്രം. ദൈവം തന്നെ വിളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എത്രാം വാക്യം? 26-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അവർക്ക് പാപമോചനവും വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറക്കുവാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിക്കുവാനും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയാണ് പൗലോസിനെ ദൈവം വിളിച്ചതെന്നാണ് അവർ പറയുന്നത്. ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആമേൻ ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പിന്നിൽ സാത്താന്റെ ഒരു ഇരുളിന്റെ രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ നിന്ന് വിടുതൽ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിച്ചു വന്നത് പാർസി രാജ്യത്തിന്റെ പ്രഭു എന്നുള്ള വിഷയമാണ്. എന്നാൽ ഈ ലോകത്തിന്റെ പിന്നിൽ അങ്ങനെ ഒരു രാജാക്കന്മാർ, അങ്ങനെയുള്ള പ്രഭുക്കന്മാർ ഓരോരോ സ്ഥലങ്ങളെ ഭരിക്കുന്നുണ്ട്. ഹൈന്ദവരുടെ ക്ഷേത്രങ്ങൾ ആമേൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്കറിയാം. ആമേൻ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആ പ്രദേശങ്ങളിലെ പ്രാദേശികമായ ദൈവങ്ങളുണ്ട്. ഇന്ന കാവിലെ അമ്മ, ഇന്നലെ ഓരോരോ ദേവന്, ഇന്ന ദേവന്, ഇന്ന് ഓരോന്നോരോന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോ സ്ഥലങ്ങൾ പതിച്ചു കൊടുത്തേക്കാണ്. പിശാചിന്റെ ദൂതന്മാരായിട്ട് അവരവിടെ അവരെ ആധിപത്യം നടത്തുകയാണ്. അതിനുവേണ്ടി അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് രാവിലെ മുതൽ വൈകുന്നത് വരെ മനുഷ്യന്റെ ചെവി എല്ലാം അടയത്തക്കവണ്ണം രാവിലെ പറഞ്ഞു തുടങ്ങിയ കാര്യം തന്നെ പിന്നെ പിള്ളേരുടെ പരീക്ഷയാണെങ്കിലും ഒന്നും ഒരു പ്രശ്നമല്ല. മൈക്ക് വെച്ച് രാവിലെ മുതൽ അടിച്ചു കീറുകയാണ്. എവിടെങ്കിലും സുവിശേഷം പറഞ്ഞാലോ അന്നേരം കേസ്. സ്തോത്രം. അങ്ങനെ സാത്താന്റെ ശക്തി അവർ വർഷിപ്പ് ചെയ്യുമ്പോൾ അതിന് പവർ കൂടുകയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് വേണം? ദൈവമക്കൾ ആരാധിക്കണം. ശക്തിയോടെ ആരാധിക്കുമ്പോൾ ഈ സാത്താന്റെ ശക്തികൾക്ക് അവിടെ നിൽക്കാൻ കഴിയത്തില്ല. ആമേൻ. അതെല്ലാം ഓടിപ്പോകാനിടയായിത്തീരും. ആത്മാവിൽ ദൈവമക്കൾക്ക് അത് കാണാനായിട്ട് കഴിയും. ഞാൻ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ അവിടെ ദൈവമക്കളെ എഴുന്നേൽപ്പിച്ച് നിർത്തി ആരാധിപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആത്മാവിൽ ഞാനൊരു കാഴ്ച കണ്ടു. നമ്മൾ ഈ പുസ്തകങ്ങളിലെല്ലാം അസുരദേവന്മാരുടെ കിരീടവും കയ്യിലുള്ള ഗദയും അങ്ങനെയുള്ള ഇത് ഇങ്ങനെ കുറേ അങ്ങനെയുള്ള
ആത്മാക്കൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൂടെ പായുന്നത് സെക്കൻഡുകൾ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സേ എടുത്തുള്ളൂ. അതിങ്ങനെ അങ്ങനെ ഞാൻ കണ്ടു. യോഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നടത്തുന്ന വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു പൊതുവായിട്ടുള്ളൊരു സ്ഥലമാണ്, വീടല്ല. അപ്പോൾ അവിടെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സെക്രട്ടറിയായ ആൻറ്റിയോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഈ അസുര ദേവന്മാരിങ്ങനെ അന്തരീക്ഷത്തിൽ പായുന്നത് കണ്ടല്ലോ, എന്താണ് അതിൻ്റെ കാരണം? അപ്പോഴാണ് ആ ആൻറ്റി എന്നോട് പറഞ്ഞു, തൊട്ടടുത്തവരുടെ ഒരു അമ്പലവും കാവും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഈ പ്രദേശത്തെങ്ങും വേറെ ഇല്ല, അസുര പ്രതിഷ്ഠയില്ല. ഈ ദേവൻ ഇവിടെ മാത്രമേ ഉള്ളൂ അസുര പ്രതിഷ്ഠയുള്ളൂ, പ്രത്യേക രീതിയിൽ. അപ്പോൾ ദൈവമക്കൾ ഇവിടെ ആരാധിച്ചപ്പോൾ ഇതിനൊന്നും നിൽക്കാൻ കഴിവില്ലാതെ ഇതെല്ലാം ഓടുകയാണ്. നിങ്ങൾ ഇന്നും എൻ്റെ കൂടെ വന്നാൽ അവിടെ ഇതുവരെ പിന്നെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. പുനഃപ്രതിഷ്ഠയൊക്കെ നടത്താനായി രാത്രി മുതൽ രാവിലെ വരെ ഹോമം നടത്തിയിട്ടുണ്ട്. അവിടെ ആന്റി എന്നോട് പറഞ്ഞു, ആ എഴുതിയിട്ട വീടാണ്. അല്ലെങ്കിൽ ഇവരപ്പുറത്ത് ആ ഹോമം നടത്തുമ്പോൾ രാത്രി കിടന്നോ ഇരുന്നോ ഒക്കെ പ്രാർത്ഥിച്ചാൽ ഉറങ്ങിപ്പോകും. അതുകൊണ്ട് അഴിയിൽ പിടിച്ചോണ്ട് നിന്നോണ്ട് രാത്രി മുഴുവൻ ടങ്സ് പറഞ്ഞോണ്ട് നിന്ന് ഇപ്പുറത്ത്. ഇഫക്റ്റ് ഉണ്ടോ പ്രിയരെ? ശക്തി ഉണ്ടോ? 70 വയസ്സുള്ള ആന്റിയാ, കല്യാണമൊന്നും കഴിക്കാത്ത ആന്റി എന്നോട് പറഞ്ഞതാണ്, ബിജി അവിടെ ഹോമമൊക്കെ നടത്തുമ്പോൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിന്ന് രാവിലെ വരെ അവര് പല പ്രാവശ്യം ഹോമം നടത്തിയിട്ടുണ്ട്. ഇതുവരെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും എൻ്റെ കൂടെ അവിടെ ഇപ്പോഴും പ്രതീക്ഷിച്ചിട്ടില്ല. ദൈവമക്കളുടെ ആരാധന ശക്തിപ്പെട്ടാൽ ഇങ്ങനെയുള്ള ശക്തികൾക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. 100 അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ദൈവമക്കളുടെ ശക്തിയേറിയ ആരാധനയുടെ നടുവിൽ ഒരു ദുഷ്ടശക്തിക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് അങ്ങയോട് സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഓരോരോ രാജ്യങ്ങളെ ആധിപത്യം നടത്തുന്ന സാത്താന്യ ശക്തികളുണ്ട്. എന്നാൽ മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഹല്ലേലൂയ, പോകേണ്ടവര് ഉണ്ടോ? നമുക്ക് വേഗത്തിൽ ഓടിപ്പോകാം, സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ഈ സാത്താന്റെ ദൂതന്മാർ ഇവിടൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ ദൈവത്തിന്റെ ദൂതന്മാരും ഓരോ രാജ്യങ്ങൾക്കും വേണ്ടി ദൈവമാക്കിയിട്ടുണ്ട്. അതും കൂടെ ദൈവമക്കൾ ഓർത്തിരിക്കുക. ഹല്ലേലൂയ. ഓരോരോ സ്ഥലങ്ങൾക്ക് വേണ്ടി ദൈവം തന്റെ ദൂതന്മാരെ ആക്കിയിരിക്കുന്നു. വിശ്വസ്തരായ ദൈവത്തിന്റെ ദൂതന്മാർ ഓരോരോ രാജ്യങ്ങൾക്ക് ഗാർഡിയൻ ഏഞ്ചൽസ് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ഇവിടെ 11-ാം വാക്യം 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നു, ആമേൻ, എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നെ അയച്ചിരിക്കുന്നു. സ്തോത്രം. യൂദായുടെ ലേഖനം 9-ാമത്തെ വാക്യം കൂടെ അതിനായിട്ട് എഴുതിക്കൊള്ളുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, ഈ ദൈവത്തിന്റെ ദൂതന്മാരും സാത്താന്റെ ദൂതന്മാരും തമ്മിൽ ഫൈറ്റ് ഉണ്ട്. ഓരോ രാജ്യങ്ങളെ ഭരിക്കാനായി ദൈവം ആക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരുള്ളപ്പോൾ സാത്താന്റെ ദൂതന്മാർ അവരോട് ഫൈറ്റ് ചെയ്യും. ഇനി മറ്റൊരു കാര്യം, അവർ തമ്മിൽ പടവെട്ടുമ്പോൾ അവർ ജയിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള ഭരണത്തിൽ ആ ഭരണകർത്താവ് അവന്റെ കൺട്രോളിലായിരിക്കും. ഈ ഭൂമിയിലെ ഭരണകർത്താവ് ഭരണം തിരിക്കുന്നത് അവന്റെ കൺട്രോളിലാണ്. നമുക്കറിയാം, ജീവനുള്ള ദൈവത്തെ അറിയാത്ത ഭൂരിപക്ഷം ഈ ലോകത്തിലെ പ്രിൻസസ് അഥവാ രാജാക്കന്മാർ നേതൃത്വത്തിലുള്ള ആളുകൾ സാത്താന്റെ കയ്യിലെ ആയുധമായി മാറാം. ദൈവഹിതം നടപ്പാക്കാനാണ് ദൈവം ദൂതന്മാരെ ആക്കിയിരിക്കുന്നത്. എന്നാൽ ദൈവഹിതം നടപ്പാക്കാതെ അവരെ പിടിച്ച് തിരിക്കുന്ന പരിപാടി സാത്താൻ ചെയ്യും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് 1 ദിനവൃത്താന്തം 21-ന്റെ 1-ാം വാക്യം.
വേഗം വായിച്ചേ. സ്തോത്രം. 1 ദിനവൃത്താന്തം 21:1. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നി. ഹല്ലേലൂയ. സാത്താൻ എഴുന്നേറ്റ് ഒരു ആലോചന കൊടുത്തതാണ് ദാവീദ് ജനത്തെ എണ്ണി നോക്കിയത്. ദാവീദ് ജനത്തെ എണ്ണാൻ കാരണം എന്താണ്? ദാവീദ് ജനത്തെ എണ്ണാൻ കാരണം സ്തോത്രം എത്ര ആളുണ്ടെന്ന് അറിയാനല്ലേ? സ്തോത്രം. ഈ എണ്ണുന്ന പരിപാടി എവിടെ ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം അധോഗതിയാ. ചില സഭകളെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അയ്യോ ഇന്ന് ഞങ്ങളുടെ സഭയിൽ എത്ര ആളുണ്ട്. എന്തോ ഗുണമാ പ്രിയര്, എന്തോ ഗുണമാ ഇങ്ങനെ എണ്ണം കാണിക്കുന്നത്. എന്തോ ഗുണമാ? ക്വാളിറ്റി ആണോ ക്വാണ്ടിറ്റി ആണോ ദൈവം നോക്കുന്നത്? പറഞ്ഞേ, ക്വാളിറ്റിയാണ് ദൈവം നോക്കുക. കുറെ പതിരവിടെ നിൽക്കുന്നെന്ന് വിചാരിച്ചു തമ്പുരാൻ എന്തേലും കാര്യമുണ്ടോ? തമ്പുരാൻ ഒരു കാര്യവും ഇല്ല. ഹല്ലേലൂയ. ആളുകളെല്ലാം ഈ മെഗാ ചർച്ച ആളുകൾ കൂടുന്നുണ്ട്, സന്തോഷമേ ഉള്ളു കേട്ടോ. എന്നാൽ ഈ ആള് കൂടുന്നതിനകത്ത് വലിയ കാര്യമില്ല. ഹല്ലേലൂയ. ക്വാളിറ്റിയാണ് പ്രധാനപ്പെട്ട വിഷയം. കാള് ഊതുമ്പോ അറിയാം. ഹല്ലേലൂയ. നിങ്ങൾ ഈ ആമേൻ ഈ നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ ഈയല്, ആമേൻ അങ്ങോട്ട് ഈയല് ചിറക് വെച്ച് ആമേൻ പറക്കാനായിട്ട് വരും. അതിന്റെ ഇടയ്ക്ക് ചില ഈ ഈയലുകളെ കണ്ടാൽ നമുക്കറിയാം അതിങ്ങനെ കിടന്ന് വട്ടം കറങ്ങുക. എന്താ അതിന്റെ കാരണം? ഒരു ചിറകങ്ങ് ചിലർക്ക് വിശ്വാസമേ ഉള്ളൂ, പ്രാർത്ഥനയില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ കിടന്നുകൊണ്ട് വട്ടം കറങ്ങിയ കർത്താവ് വന്നാൽ പോകത്തില്ല. അതുകൊണ്ട് ദൈവമക്കൾ ഓർത്തുകൊള്ളണം, നല്ല ക്വാളിറ്റി ഉള്ളവരായിട്ട് കർത്താവ് മസ്കറ്റിൽ ചിലരെ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വചനം പഠിക്കുന്നവരായി, ആത്മീയമായി വളരുന്നവരായി, ഉപവസിക്കുന്നവരായി, ആത്മാക്കളെ കുറിച്ച് ഭാരമുള്ളവരായി, കർത്താവിന്റെ ഹൃദയമുള്ളവരായി. ഇവിടെ കാർ കിട്ടിയെന്നോ, ആമേൻ ഫ്ലാറ്റ് കിട്ടിയെന്നോ, നല്ല വീട് കിട്ടിയെന്നോ, എല്ലാവർക്കും അഡ്മിഷൻ കിട്ടിയെന്നോ ഒന്നും പറഞ്ഞ തമ്പുരാൻ ഇതൊന്നും വലിയ കാര്യമല്ല. അങ്ങനാണെങ്കിൽ ലോകത്തിൽ അംബാനി എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനല്ലയോ? ഇല്ലയോ മാമേ? ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയാൻ വന്നത്, കർത്താവ് തന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കാൻ ദൈവമക്കളുടെ മേൽ ദൈവത്തിന്റെ ദൂതന്മാരെ ആക്കിയിരിക്കുന്നു. എന്നാൽ പിശാച് ചിലർക്ക് ആലോചന കൊടുക്കും. ദൈവം പറഞ്ഞു, ആമേൻ എണ്ണമെടുക്കാൻ ആഗ്രഹിച്ചാൽ ആരെങ്കിലും എണ്ണമെടുക്കുന്നെങ്കിൽ 70 വയസ്സിന് പ്രായമുള്ള ഓരോരുത്തർക്കും അവർക്ക് വീണ്ടെടുപ്പ് വില ദ്രവ്യം 1/2 ശേക്കൽ വെള്ളി വീതം ദേവാലയത്തിൽ കൊടുക്കണം. പുറപ്പാട് 30-ാം അധ്യായത്തിൽ ദൈവം അത് പറഞ്ഞതാണ്. പക്ഷെ ദാവീദ് ഇതൊന്നും ചെയ്തില്ല. വീണ്ടെടുപ്പ് വിലയൊന്നും ദേവാലയത്തിൽ കെട്ടിവെച്ചില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണം തെറ്റിച്ചത് കൊണ്ട് അവയെ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വന്നു, അടി വാങ്ങിക്കേണ്ടതായിട്ട് വന്നു. ഹല്ലേലൂയ. നമ്മൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. നമുക്ക് ദൈവ അനുഗ്രഹങ്ങൾ തരുമ്പോൾ ആമേൻ അതൊന്നും കണക്ക് കൂട്ടേണ്ട കാര്യമില്ല. ദൈവസഭയിൽ ആളുകളെ കൂട്ടി തരുമ്പോൾ അതൊന്നും എണ്ണമെടുക്കേണ്ട കാര്യമില്ല. ആമേൻ ദൈവം അനുഗ്രഹിച്ച ധാരാളം നന്മകൾ നമ്മൾ തരുമ്പോൾ അതൊന്നും എണ്ണമെടുക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം തമ്പുരാൻ എണ്ണിക്കൊള്ളട്ടെ. യോവാവ് പറഞ്ഞു, യജമാനനെ നമ്മുടെ കൈക്കീഴിലുള്ള ജനം 1000 കടൽ തിരയിലെ മണൽ പോലെ വർദ്ധിച്ചു കൊള്ളട്ടെ. ആമേൻ. എന്നാലും എന്റെ യജമാനൻ അത് ചെയ്യരുതെന്നും പറഞ്ഞ് തടഞ്ഞതാണ്. പക്ഷേ വിചാരങ്ങോട്ട് ആലോചന കൊടുക്കുക, അത് ചെയ്തേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കളാകുന്ന നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ദൈവഹിതം ഈ ഭൂമിയിൽ നടപ്പാക്കാനായിട്ട്, ദൈവത്തിന്റെ പദ്ധതി നടപ്പാക്കാൻ ദൈവം പരിപാടി ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 1:6. ആമേൻ. ഞാൻ വിശദീകരിക്കുന്നില്ല. സഖരിയാവ് 3:1. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാത്താന്റെ ദൂതന്മാർ ദൈവമക്കളെ തെറ്റിച്ചു കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മള് ഈ എബ്രായലേഖനം 2:5 വായിക്കുന്ന, കഴിഞ്ഞ ദിവസം ഞാൻ തൊട്ട് ഓർമ്മിപ്പിച്ചിരുന്നു. അവിടെ വായിക്കുന്ന വാക്യം, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്.
നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം ഏതാണ്? ഹല്ലേലൂയ, ആമേൻ. പുതിയ ലോകം, പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്ന ആ ലോകം ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. ആ വാക്കിന്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഉള്ള ലോകം ദൂതന്മാരുടെ അധീനതയിലാണെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദൂതന്മാരുടെ അധീനതയിലാണ്. ദൂതന്മാരാണ് കാത്തുകൊണ്ടിരിക്കുന്നത്. സാത്താന്റെ ദൂതന്മാർ ഉള്ളതുപോലെ തന്നെ ദൈവത്തിന്റെ ദൂതന്മാരുമുണ്ട്. വേഗത്തിൽ നമുക്ക് പോകാം. ഹല്ലേലൂയ. ഇവിടെ 21 ദിവസം താന് ഉപവസിച്ചതായി വായിക്കുന്നു. അപ്പോൾ ഉപവസിച്ചപ്പോൾ ആമേൻ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു. ഉപവസിക്കാൻ മത്തായി 17:14 അവിടെ വായിക്കുന്നത് 24 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല. എന്താ ആ ജാതി എന്ന് പറഞ്ഞിരിക്കുന്നത്? അവിശ്വാസം എന്ന ജാതിയാണ്. അല്ല വിശായാന്ന് വിചാരിക്കരുത്. ആമേൻ. ഉപവാസത്താലും പ്രാർത്ഥനയാലും നമ്മളിലുള്ള അവിശ്വാസം നീങ്ങിപ്പോകുകയാണ്. നമ്മൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത് സംഭവിക്കുമെന്നുള്ള പരിപൂർണ വിശ്വാസം ദൈവം നമ്മൾ ഉപവസിച്ച് കഴിയുമ്പോൾ തരും. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന് വിടുതൽ കിട്ടിയിരിക്കുന്നു. നമ്മുടെ അവിശ്വാസം മാറിപ്പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തമ്പുരാൻ പലപ്പോഴും കരുണയുള്ള ദൈവമായതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മുടെ അവിശ്വാസം ഒന്ന് ഓർക്കാതെ തന്നെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നു. കാരണം അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 12 പത്രോസിന്റെ വിടുതലിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. തമ്പുരാൻ വളരെ മിറക്കുലസ് ആയിട്ട് വിടുവിച്ചു കൊണ്ടുവന്ന് ആ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ആമേൻ ആ വീട്ടിലെ പെങ്കൊച്ച് ആമേൻ ഓടിച്ചെന്നു. വാതില് തുറന്നാളെ അയ്യോ ആമേൻ. അവൾക്ക് പിന്നെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്തോത്രം. ചിലരൊക്കെ സന്തോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവള് തിരികെ ഓടി വന്ന് പ്രാർത്ഥിച്ചു. ഗ്ലോറി ഗ്ലോറി അന്യഭാഷയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറഞ്ഞു, ആമേൻ നമ്മുടെ പത്രോസിനെ ദൈവം വിടുവിച്ചതാണ്, നമ്മുടെ ഗേറ്റിന്റെ അവിടെ വന്ന് നിൽക്കുന്നു. അവരെല്ലാം എന്തോ പറഞ്ഞു? ഒരു ദൂതനായിരിക്കും. ആദ്യം പറഞ്ഞു നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. എന്തുവാ? ആമേൻ. ആ ബാല്യക്കാരത്തിയുടെ പേരെന്തുവാ? എന്തുവാ വെച്ചാ രോധ. എന്നാൽ ആരാണ്ട് രാധയെന്നാ വായിച്ചത്. ഇവിടല്ല. അപ്പോൾ അപ്പോൾ നിങ്ങൾ എന്ത് ചോദിക്കുക? പത്രോസിനെ വിടുവിച്ച് മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ ആമേൻ അവന് ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടത് അവരുടെ വിശ്വാസം കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ട്, കൃപ. അപ്പോൾ നമ്മുടെ അവിശ്വാസം മാറിപ്പോകാൻ നമ്മള് ഉപവസിക്കണമെന്ന് തിരുവചനം പറയുന്നു. ഇനി മാത്രമല്ല അപ്പോസ്തല പ്രവൃത്തികൾ 13:24 കൂടെ എഴുതിക്കുക. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും അവരുടെ മേൽ കൈവച്ച് ആമേൻ പൗലോസിനെയും ബർന്നബാസിനെയും കർത്താവിന്റെ വേലയ്ക്കായിട്ട് വേർതിരിച്ചു. ഇനിയും തിരുവചനത്തിൽ ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിച്ചു കൊള്ളാം. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം ലൂക്കോസ് 2:36 വാക്യം മുതൽ 36, 37 വാക്യങ്ങളൊന്ന് വായിക്കാം. ഹല്ലേലൂയ. അവിടെ ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ആമേൻ ദേവാലയത്തിൽ പാർത്തിരുന്നു. ഒരിടത്ത് പ്രസംഗിക്കുന്ന കേട്ടു ഹന്നായുടെ കാര്യമേ. ഹന്ന ദേവാലയത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ മുഖം പിന്നെ വാടിയില്ലെന്നൊക്കെയുള്ള വിഷയം പറഞ്ഞപ്പോൾ പറയുകയാണ്, പ്രസംഗിക്കുക. അവള് ദേവാലയത്തിൽ നിന്ന് പോകാതെ വിധവയായിട്ടിരുന്നവളായിരുന്നു. 84 വയസ്സുണ്ടായിരുന്നു. അതെവിടെ കിടക്കുന്നു, ഇതെവിടെ കിടക്കുന്നു? സ്തോത്രം.
ആളുകൾ ഈ പുസ്തകം ഒന്നും ചൊവ്വേ വായിക്കാത്തതുകൊണ്ടാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അന്നയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ല. സ്തോത്രം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് ഹല്ലേലൂയ, അവളുടെ വയസ്സൊന്ന് കണക്കൂട്ടി എടുക്കണം. ഉപവാസം പ്രായമൊക്കെ ആയില്ലയോ, ഇനി ഇങ്ങനെ ഉപവസിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരോട് പറയേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. അവൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? കന്യകാകാലം വേദപുസ്തക പ്രകാരം 14 വയസ്സാണ്. 14 വയസ്സുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭർത്താവിനോടുകൂടെ എത്ര വർഷം ഉണ്ടായിരുന്നു? 7 വർഷക്കാലം. 14 7 21 പിന്നെ 84 വർഷം വിധവയായിട്ട് ഭർത്താവില്ലാതെ ദേവാലയത്തിൽ ജീവിച്ചു. എത്ര വയസ്സാണ് കണക്കൂട്ടിയെടുത്ത്? 105 വയസ്സുണ്ട്. സ്തോത്രം. ഇവിടെ 55 വയസ്സാകുമ്പോഴേ കിളവിയാന്ന് പറഞ്ഞ് ഉപവാസം എടുക്കാനൊന്നും വയ്യ, മരുന്ന് 4-5 കഴിക്കുന്നുണ്ട് ബ്രദറെ എന്നെല്ലാം പറയുക. ഞാൻ പറഞ്ഞിട്ട് ആഹാരം കഴിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ആളുകൾ ഇപ്പൊ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കൈ നിറയെയാണ്. ഹല്ലേലൂയ. ഒരു ദൈവദാസന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ ആ ഡൈനിങ് ടേബിളിൽ തന്നെ പിന്നെയും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടുകാരൻ അച്ചായം പോയി വലിയ ഒരു ഗാലക്സിയുടെ ആ മിഠായിയുടെ ആ ചോക്ലേറ്റിന്റെ ഇങ്ങോട്ട് വന്നു. ഈ ദൈവദാസം വിചാരിച്ച് ചോക്ലേറ്റ് എടുത്തോണ്ട് വരിക. തുറന്നെല്ലാം വാരിയിട്ടപ്പോഴാ മനസ്സിലായത് ഗുളികകളാണ്. സ്തോത്രം. എത്ര എണ്ണത്തിന്റെ ഗുളികകളാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് മാറ്റിവെച്ച് ചില ദിവസം ഒന്ന് ഉപവസിച്ച് നോക്കി, ബലം അങ്ങനെ വ്യാപരിച്ചു വരും. ആത്മാവിന്റെ ശക്തി നമ്മളെ അങ്ങോട്ട് വ്യാപരിച്ചു വരും. 105 വയസ്സുള്ള ഹന്ന ഉപവസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഹന്ന ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രായമൊന്നും ഒരു വിഷയമല്ല. ഇനി കൊച്ചു പിള്ളേരാണെന്ന് വിചാരിച്ചാലും ആരാധിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം ആമേൻ അമ്മയുടെ ഉദരത്തിൽ 6 മാസം പ്രായമേ ഉള്ളൂ. അവിടെ കിടന്നുകൊണ്ട് തുള്ളാൻ തുടങ്ങി. ആരാ? യോഹന്നാൻ. പ്രായം വന്നിട്ട് ഇച്ചിരുടെ പ്രായവും പക്വതയൊക്കെ ആയിട്ട് തുള്ളാവെന്ന് വിചാരിക്കണ്ട. കൊച്ചു കുഞ്ഞുങ്ങൾക്കും ആരാധിക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് സംശയം വരുന്ന ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറഞ്ഞു, മത്തായി 9:14 കർത്താവ് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ ഉപവസിക്കണ്ടെന്ന് പറഞ്ഞു. അത് കർത്താവ് പറഞ്ഞത് മണവാളൻ ആമേൻ അവരെ വിട്ടു പിരിയേണ്ടുന്ന കാലം വരും, അന്ന് അവര് ഉപവസിക്കുമെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? കർത്താവ് അന്നത്തെ കാലത്തെ കല്യാണവുമായി ബന്ധപ്പെട്ടാണ് ഒരു കാര്യം പറഞ്ഞത്. മണവാളൻ അഥവാ ഒരാൾ വിവാഹിതനായാൽ അദ്ദേഹത്തിന്റെ ഹണിമൂൺ ഡേയ്സിലെല്ലാം അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാരുടെ കൂടെ കാണും. ഹണിമൂൺ ഡേയ്സിലെല്ലാം അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാരുടെ കൂടെ കാണും. അങ്ങനെ ഒരു രീതിയായിരുന്നു അന്ന് അനുവർത്തിച്ചിരുന്നത്. അപ്പോൾ ഈ മണവാളന്റെ കൂടെ നടക്കുന്ന സ്നേഹിതർക്കെല്ലാം വലിയ സന്തോഷമാണ്. കാരണം ഇഷ്ടം പോലെ ഇവരെ വിരുന്ന് വിളിക്കുന്നിടത്തെല്ലാം ഇവരെയും കൂടെ കൊണ്ടുപോകും. ഇന്നത്തേത് നേരെ തിരിച്ചല്ലേ, അതുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാകാത്തത്. ഒരാൾ പോലും അടുത്തെങ്കിലും വേണ്ടാന്ന്. എന്നല്ല ഹല്ലേലൂയ. ഇവിടെ ഇതാ സ്നേഹിതന്മാരെല്ലാം കൂടെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മണവാളൻ കൂടെയുള്ളപ്പോൾ ഈ ഉപവാസം ഒന്നും വേണ്ട എന്ന കർത്താവ് പറഞ്ഞു. മണവാളൻ വിട്ട് പിരിയേണ്ടുന്ന കാലം വരും, അന്ന് അവര് ഉപവസിക്കും. ആരാ മണവാളൻ? യേശുവാണ് മണവാളൻ. അപ്പോൾ ആ മണവാളൻ കൂടെയുള്ള കാലത്ത് അവർക്ക് വലിയ സന്തോഷമാണ്. അവര് വളരെ സന്തോഷിക്കുകയാണ്, അവര് വളരെ ആനന്ദിക്കുകയാണ്, അവര് തിന്നുകയും കുടിക്കുകയും ചെയ്യുകയാണ്. കർത്താവിനെ എവിടെല്ലാം വിരുന്നിന് വിളിച്ചോ അവിടെ എല്ലാം കർത്താവ് പോയി കഴിച്ചു. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള ഒരു കർത്താവാണല്ലോ എന്റെ ദൈവമെന്ന് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യാറുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആര് വിരുന്നിന് വിളിച്ചാലും പോകും. അല്ല, ഞാൻ കഞ്ഞിയും പയറേ കുടിക്കത്തുള്ളൂ ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നതല്ല കർത്താവ്.
കർത്താവിനെല്ലാം കഴിക്കായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ച്, മണവാളൻ കൂടെയുള്ളപ്പോൾ അവൻ ഉപവസിക്കേണ്ട കാര്യമില്ല, അവനോടുകൂടെ സന്തോഷിച്ച് ആനന്ദിച്ച്. എന്നാൽ മണവാളൻ വിട്ടുപോകണ്ടെന്ന കാലം വരുമ്പോൾ അവർ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ഓരോ കാര്യങ്ങൾക്കും അവർ ഉപവസിക്കുകയായിരുന്നു. മറ്റൊരു കാര്യം, കർത്താവ് പുതിയ നിയമത്തിൽ ഉപവസിക്കാൻ പറഞ്ഞപ്പോൾ 3 കാര്യങ്ങൾ മത്തായി 6-ാം അധ്യായത്തിൽ പറഞ്ഞു. രഹസ്യമായി പ്രാർത്ഥിക്കുക, രഹസ്യമായി ഭിക്ഷ കൊടുക്കുക, രഹസ്യമായി. ഇത്രയും കാര്യങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾക്ക് സംശയം വരുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു വാക്യമാണ്. ആമേൻ. കഴിഞ്ഞ ദിവസം ആരോട് ചോദിച്ചായിരുന്നു. ആമേൻ. 10-ാം അധ്യായത്തിന്റെ അവസാന വാക്യം ഒന്ന് വായിച്ച്, 10-ാം അധ്യായത്തിന്റെ അവസാന വാക്യം കൂടെ പറഞ്ഞ് നമുക്ക് തീർക്കാം. വേഗത്തിൽ ഒന്ന് വായിക്കാം. 10-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം. ഞാൻ നിന്നെ എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം. എന്റെ പ്രഭുവായ മീഖായേൽ എല്ലാ ഈ കാര്യങ്ങളിൽ എന്നോടുകൂടെ ഉറച്ചിരിക്കുന്നതായിരുന്നു. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ പേർഷ്യൻ രാജാവിന്റെ ആധിപത്യം അവസാനിച്ച് യവന പ്രഭു വരാൻ പോവുകയാണ്. അവിടെ പറയുന്നുണ്ട് യവന പ്രഭു വരുമെന്ന്. ഞാൻ പോയ ശേഷം യവന പ്രഭു വരുമെന്ന് പറയുന്നു. അപ്പോൾ 2-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങളെക്കാൾ താണതായ ഒരു രാജ്യത്വം വരാൻ പോവുകയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അലക്സാണ്ടർ ചക്രവർത്തിയാണ്. അതെ, യവനപ്രഭുവുണ്ട്. അതായത് യവന രാജ്യത്തെ, അത് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അവിടെ കട്ട്ഷോട്ട് ചെയ്തു. അവനെ പിടിച്ച് നമ്മൾ അഗാധകൂപത്തിൽ ഇട്ട് കളഞ്ഞിരിക്കുന്നു. അഗാധകൂപത്തിൽ നിന്ന് ഇനി ഗ്രീക്ക് സാമ്രാജ്യം ഉയർത്തെഴുന്നേറ്റ് റോമൻ സാമ്രാജ്യത്തോട് ചേർന്ന് വരും. ആ സാമ്രാജ്യത്തിന്റെ അധിപനായി വരുന്ന അന്തിക്രിസ്തു ആയിരിക്കും. ഇവനോട് ചേർന്ന് മൃഗം എന്ന സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന 2 മൃഗങ്ങളെ കുറിച്ച് 17-18 അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്തെ ഒരു മൃഗം ഗ്രീക്ക് സാമ്രാജ്യം അധപ്പതിച്ചു പോയതിൽ നിന്നാണ്. അതുകൊണ്ടാണ് അത് യവനപ്രഭു. അതെല്ലാം സമയമില്ലാത്തതുകൊണ്ട് അത് കട്ട്ഷോട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സംശയം ഉണ്ടാകുന്ന ഒരു കാര്യം, യവനപ്രഭു ഹല്ലേലൂയ വരും എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് പറയുകയാണ്. ഈ കാര്യത്തിൽ, ഏത് കാര്യത്തിൽ? യവനപ്രഭുവാണ് ഇനി അടുത്തായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളത്. അഥവാ അടുത്ത സാമ്രാജ്യം യവന സാമ്രാജ്യമാണ് വരുന്നത്. അപ്പോൾ ആ സാമ്രാജ്യം സ്ഥാപിക്കാനായി വരുന്നത് ദൈവം അനുവദിച്ചെങ്കിൽ മാത്രമേ വരുത്തുള്ളൂ. ആ രാജ്യം ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ ആ സാമ്രാജ്യം വരുവാനായി ഹല്ലേലൂയ താൻ യുദ്ധം ചെയ്യുമ്പോൾ എന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ മീഖായേൽ അല്ലാതെ വേറെ ആരും എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ശീലമാമിക്ക് മനസ്സിലായോ? ആ കാര്യം നടപ്പിലാക്കാനായി ഞാൻ തുടങ്ങുമ്പോൾ എന്റെ കൂടെ ഉറച്ചു നിൽക്കാനായിട്ട് ആമേൻ യവന രാജ്യം, യവന സാമ്രാജ്യ ലോകത്തിൽ വരാനായിട്ട് ഹല്ലേലൂയ ആ രാജ്യത്തിന്റെ സ്ഥാപകനായി അലക്സാണ്ടർ വരാനായി ഏകദേശം 13 വർഷക്കാലത്തോളം 12-ലധികം വർഷത്തോളം അദ്ദേഹം ധരിച്ചു. അദ്ദേഹം വരാനായിട്ട്, യവന സാമ്രാജ്യം വരാനായിട്ട് മീഖായേൽ മാത്രമേ എൻ്റെ കൂടെ. തലകളെ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കപ്പെട്ട ദൈവവചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ദൈവത്തോട് പറഞ്ഞാട്ട്, കർത്താവേ ഇന്ന് മുതൽക്കാലം കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം എന്ന് പറയാം. ദൈവത്തിനെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കും. ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ നന്ദി കർത്താവേ. മനസ്സിലാക്കുവാൻ അഭിഷേകം ചെയ്തതിനായി കൃപതരുമാറാണ് കടന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഉപവാസമായിട്ടിരിക്കുന്ന കർത്താവേ എല്ലാ മക്കൾക്കും പ്രയോജനമായി തീരുവാനായി എല്ലാം ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അല്ല
മൺഡേ മുതൽ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ. ഇന്ന് അവർക്ക് സൺഡേ അല്ലേ, ഇന്ന് അവർക്ക് ഹോളി കിട്ടുന്നത്. ഇന്ന് ഓഫിയാണ്. ശരി, ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ഓടിച്ച മോനെ. ശരി ശരി. രാത്രി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് അവർ റിവൈസ് ചെയ്ത് ഡൂട്ട് ഉണ്ട്. അതാണ് ചെല്ലുമ്പോ ഒന്ന് ബിസി ആയതുകൊണ്ട് ഞാൻ അത്ര കാര്യമാക്കിയില്ല. അപ്പൊ എനിക്ക് നൈറ്റ് ആയിരുന്നു മാറ്റി എനിക്ക് പോണില്ല. അതാരും പറഞ്ഞില്ല, പോയില്ല. ആളുണ്ട്. ഇന്നത്തെ ഡ്യൂട്ടിയുള്ള ദിവസമല്ലേ, അതുകൊണ്ട് ഇഷ്ടം പോലെ. അല്ലാതെ ഷിഫ്റ്റ് ആണെങ്കിൽ ആളുകളാണ്. അവര് വിചാരിച്ചു ഞാൻ മോൻ വന്നതുകൊണ്ട് കറങ്ങാൻ ഇങ്ങോട്ട് പോയതോ അങ്ങനെ അവര് വിചാരിച്ചു. അറിഞ്ഞതൊരു 9:30 ആയപ്പോഴല്ലേ ഞാൻ പോയനില്ല. 2 hour ഷോർട്ട് ലീവ് എടുത്തായിരുന്നു. ഒരു ആരെയും നമ്മളെ ഒരു 8:30 9 വിളിച്ചാൽ എങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യും. അതൊരു പ്രയാസമായി. ഇനി അത് ആബ്സെന്റ് ആയിട്ടുണ്ട്. അപ്പുറത്ത് പോയി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വന്നിരുന്നു. അവനിന്ന് കേട്ടായിരുന്നു ഇച്ചിരി ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന് കുറെ സംശയങ്ങളുള്ള വകുപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒരു ദിവസം സംസാരിക്കാം. അവൻ പറഞ്ഞു ഇപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള വിഷയം തിയോളജി തന്നെയാണ്. ഇങ്ങനെ പറയുന്നത് ഇഷ്ടമുള്ള വിഷയം തിയോളജി തന്നെയാണ്. പക്ഷെങ്കിൽ അവന്റെ കാര്യങ്ങൾ അവൻ ആ ഉള്ളിൽ കിടക്കുന്ന സംശയങ്ങൾ അവന് തീരണം. പക്ഷെ നല്ലതാണ് സംശയങ്ങൾ. മമ്മി എന്നോട് ചോദിക്കുന്നത് മമ്മി ജനിച്ചപ്പോ ഇങ്ങനെ ആയിരുന്നു, മമ്മിയുടെ അമ്മച്ചി മമ്മിയെ എങ്ങനെയാ പഠിപ്പിച്ചത്, അതാണ് ഇപ്പം മമ്മി എന്നോട് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ജനിച്ചത് ഇങ്ങനെ, ഞാൻ നിങ്ങളെ കൊച്ചിലെ തൊട്ട് എങ്ങനെയാ കാണുന്നത്. പക്ഷെങ്കിൽ പിന്നെ എനിക്കറിയണം, എനിക്ക് സ്വയമായിട്ട് അല്ല, ഈ ദൈവവചനത്തെയും ചോദ്യം ചെയ്യരുതെന്ന് ദൈവവചനം പറയുന്നില്ല. ദൈവം പറയുന്നില്ല, നിങ്ങൾ ചോദ്യം ചെയ്ത് നിങ്ങൾ ആരാഞ്ഞ് അന്വേഷിച്ച് അറിയാനാണ് വചനം വായിക്കണം. അല്ലാതെ നിരീശ്വരവാദി കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ആ മുഹമ്മദ് ഭാരത് മുസ്ലിം വ്യത്യാസമുണ്ട്. നല്ല കണ്ടോ കേൾക്കാനായിട്ട്. പിന്നെ 1.5 മണിക്കൂർ വിടുന്നത്. പിന്നെ ഞാൻ പുള്ളി പറയുക. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞാല് നിരീശ്വരവാദികളൊക്കെ ഇടമറിന്റെ ഒക്കെ പുസ്തകത്തിനകത്തുണ്ട്. പിന്നെ കായിൻ ഹാബിലിനെ പിന്നെ എങ്ങനെയാണ് ലോകത്തിൽ ആളുകൾ രണ്ടുപേരും ഞാൻ പറഞ്ഞ അതിന്റെ താഴെയുള്ള വാക്യങ്ങളില് 5-ാം അധ്യായം 4-ാം അധ്യായം അവസാനിക്കുന്നത് ആദാം 930 സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെ ജീവിച്ചെന്നാണ്. ബൈബിള് ഒരിക്കൽ പോലും വായിച്ചിട്ടില്ലാത്ത ആളുകളാണ് ഈ ഇടമറിന്റെയും ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇവര് വിചാരിച്ച് ശരിയാ, കൊച്ചിലെ കേട്ടിട്ടുണ്ട് കായിൻ ഹാബിലും ഉണ്ടായിരുന്നു, പിന്നെ മക്കളുണ്ടായിരുന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ആളുകൾ തലയിൽ കൊണ്ട് നടക്കുക. പിന്നെ ദൈവത്തിന്റെ വൈഫും ദൈവത്തിന്റെ അതെ അതെ അതെ. ഇതൊക്കെ വചനം അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഒരു നല്ല പങ്ക് ആളുകൾ തെറ്റിപ്പോകുന്നതിന്റെ കാരണം. ഈ വചനത്തിനകത്തുള്ളത് വളരെ പ്ലെയിനായിട്ട് നമുക്ക് എഴുതി തന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ച് ആളുകൾക്ക് മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴീ ഗ്രീക്ക് ബൈബിള് ഹീബ്രു ബൈബിളോടെ അത് പഠിക്കാനായിട്ട് പുതിയ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ എവിടെയാണ് കേട്ടത്? മാസ്റ്റർ KC ജോൺ ഭാഷ നല്ലതായിരിക്കും. സംശയം അത് ഈ ഇന്റർനെറ്റിലും ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഇതില്ലയോ എന്താ കഴിഞ്ഞ ദിവസം ഒരു ഇത് പറഞ്ഞില്ലേ, യഹൂദന്മാരുടെ അവിടെ ഭയങ്കര ഒരു റിവൈവൽ ഉണ്ടായിരുന്നു. ആ ഒരു ഏതാണ്ട് നെറ്റിൽ നോക്കി അവരൊരു വാക്യം പറഞ്ഞില്ല, എന്തോ അതിനൊരു യഹൂദന്മാരുടെ ഒരു ഒരാളിങ്ങനെ
സുവിശേഷം കേട്ടിട്ട് അവിടെ പോയി ഒരു കുതിരാലയിൽ ഞാൻ പറഞ്ഞത് ആ മൂവ്മെന്റിന് അതെ അത് അമേരിക്കൻ ബോർഡ് ഓഫ് ജൂസ് എന്നും പറഞ്ഞുകൊണ്ടൊരു സംഘടനയായിട്ട് മാറി. അതൊരു വലിയ സംഘടനയായിട്ട് മാറി. അമേരിക്കയിലെ യഹൂദന്മാര് ഇപ്പോഴുണ്ട് വലിയ സംഘടനയായിട്ട് മാറി. അത് പിന്നെ ഗോസ്പൽ മിഷന്റെ ഒരു ഹോളായിരുന്നു. അതായത് നാട്ടിലെ ബ്രദറൻകാർ ആണല്ലോ ഗോസ്പൽ മിഷൻ അമേരിക്കയിലൊക്കെ ഉള്ളത്. അപ്പൊ അവരുടെ ഒരു അവൻ പറയുന്നത് പെന്തക്കോസ്തുകാരാ പീഡിയാട്രിക് ജോലി ചെയ്യുമ്പോൾ ഈ കൂടുതലും പിള്ളേർ മരിക്കുന്നത് പെന്തക്കോസ്തുകാരുടെയാണ്. അവിടെ നോക്കുന്നത് കൂടുതലും പെന്തക്കോസ്തുകാർ. അതെന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് അവന്റെ ഈ ഇടയിൽ ഒരു ടിൻസ്. പക്ഷെ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പേരുകൊണ്ട് കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിച്ച പണ്ട് ഇവിടെ ഒരു തിരുവല്ലുണ്ടായിരുന്ന ഒരു പുള്ളിക്കാരൻ പേര് ഞാൻ പറഞ്ഞത് അതെ പിന്നെ ഇദ്ദേഹം ഇവിടെ അങ്ങനെ മരിക്കത്തില്ലെന്നോ അങ്ങനെ മരിക്കത്തില്ലെന്നൊക്കെ നമ്മള് പിന്നെ എങ്ങനെയോ മരിക്കത്തില്ലെന്നൊക്കെ അങ്ങനെ ഒരു അപകടമൊന്നും മരിക്കും. യാക്കോബിനെ ദീർഘകാലത്തിൽ അർത്ഥല്ലേ പറഞ്ഞത്. എത്ര വയസ്സുണ്ടായിരുന്നു? 35 വയസ്സിൽ താഴെ ഉണ്ടായിരുന്നു. വൈകിട്ട് വരാൻ പറഞ്ഞു. എന്തുവാ താത്ത എന്തോ ഉണ്ടല്ലോ എന്നെ ശരി എന്താ
കാഴ്ചവെക്കാം.